നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കുഞ്ചാക്കോ ബോബൻ മനോഹരമായി ചെയ്ത കുന്നുമ്മൽ രാജീവൻ എന്നാ താൻ പോയി കേസുകൂട് എന്ന് പറഞ്ഞ സിനിമ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. ആ സിനിമ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കെ.പി. പ്രേമൻ കോടതിയിലെത്തും. നല്ല സരസനായ ജഡ്ജി മജിസ്ട്രേറ്റാണല്ലോ ഇരിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ ചെയ്ത മനോഹരമായ വേഷം. അവിടേക്കാണ് ഈ കെ.പി. പ്രേമൻ വരുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം അതിൻ്റെ കിങ്കരന്മാരായ കുറേ അനുചരന്മാരുമായിട്ട് വരുന്ന കാഴ്ച കാണുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. നർമ്മത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റിന് മുന്നിൽ മന്ത്രി വരുന്നത് തന്നെ ഒരു വിൽ പവറുള്ള അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ഒരാളാണ് ഞാനെന്ന് വർത്തമാനം പറയാതെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കോടതിയിലേക്ക് കടന്നു വരുന്നത്. മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഒരുമാതിരി ചീള് പോലെ ചിരിച്ചുകൊണ്ടിരിക്കും. കൂട്ടിക്കയറിയ മന്ത്രിക്ക് ഇരിക്കാനായി ഇട്ട മടക്ക് കസേരയും എടുത്തുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് വയ്ക്കുമെന്ന് പറഞ്ഞ് വളരെ സരസനായി മന്ത്രിയുടെ കൂടെ വന്ന അനുചരന്മാരെയും ഇരിക്കാൻ കൊണ്ടുവന്ന കസേരയൊക്കെ മടക്കി അയക്കുമ്പോൾ ഈ മന്ത്രി അർത്ഥഗർഭമായ ഒരു നോട്ടം, മജിസ്ട്രേറ്റിനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. നിനക്ക് ഞാനൊരു പണി തരുന്നുണ്ട് എന്ന് ആ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച ഭരണാധികാരിമാരിലെ ചിലരുടെ മുഖം നമുക്ക് അറിയാതെ ഓർമ്മ വരും. കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ എന്നു പേരുള്ള നാടകരംഗത്തൊക്കെ കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ടി.പി. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ 76 വയസ്സുകാരനാണ് ആ വേഷം ചെയ്തത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, പ്രിയദർശൻ്റെ, വയസ്സെത്രയായി തുടങ്ങിയ കുറച്ച് സിനിമകൾ, പഴശ്ശിരാജ, അശ്വമേധം, സഖാവ് തുടങ്ങിയ 100-ലധികം അമച്വർ നാടകങ്ങളിലെ നടനായിരുന്നു. ചില നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ചു, ചില നാടകങ്ങൾ സംവിധാനം ചെയ്തു, സീരിയലുകളിലും അഭിനയിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു ജോലി കാലഘട്ടത്തിലായിരിക്കണം കുറച്ച് മങ്ങിപ്പോയത്, അല്ലെങ്കിൽ അദ്ദേഹം മലയാളത്തിൽ അറിയപ്പെടുന്ന എണ്ണം പറയുന്ന ഒരു നടനായി മാറി തന്നെ. സർക്കാർ ജോലി ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയത്. പിന്നെ അങ്ങ് തലശ്ശേരി, കാസർഗോട്ടൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. നാടക കലാകാരന്മാരുടെ സംഘടന നന്മ എന്ന് പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഭാര്യ ടി.വി. ജാനകി, 3 പെൺമക്കൾ. എന്തായാലും എന്താ പറയുക, ഈ പറഞ്ഞ ടി.പി. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ പൊതുമരാമത്ത് ഉപമന്ത്രി കെ.പി. പ്രേമനായ കുഞ്ഞിക്കണ്ണൻ ചേട്ടനെ നമ്മൾ എന്തായാലും പ്രേക്ഷകർ മറക്കില്ല. എന്നാൽ താൻ കേസ് കൊടുന്ന് പറഞ്ഞാൽ അതിൽ ആ മന്ത്രിയെ നമ്മൾ ഓർക്കും. ആ വ്യത്യസ്തനായ അഭിനേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ്. സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിട്ട് നിന്നെ ഞാൻ കാണിക്കണ്ട്, എല്ലാ സിനിമയും കാണിക്കണ്ട്. നീ ഒന്ന് പറഞ്ഞു കണ്ടു, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെയാണ്. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ കാശ് കൊടുത്ത സിനിമ കണ്ട ആളാണ്. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും നീ തീർച്ചയായിട്ടും പറയണം. നിനക്ക് ധൈര്യം ഉണ്ടോ എന്റെ നേരെ മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നത്? ഉണ്ടോ? എന്തിനാ പേടിക്കണ്ടേ? അപ്പൊ ശരി. അല്ല, താങ്കൾ ഞാൻ അഡ്രസ്സ് പറഞ്ഞു തന്നല്ലോ, വന്ന് കണ്ടോളൂ. എനിക്കൊരു പേടിയില്ല. ഞാൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. നീ നിന്റെ അഭിപ്രായം വളരെ കൃത്യമായിട്ട്, വളരെ നിന്റെ കഴിഞ്ഞ അറിവിൽ നീ എഴുതിയിട്ടിരിക്കുന്ന കാര്യത്തിൽ നീ എന്തിനാ പേടിക്കണേ? ഒരാൾ പേടിക്കുമെന്ന് കഴിയുമ്പോൾ നീ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നീ മിടുക്കനല്ലടാ, ഒട്ടും പേടിയില്ല. അല്ല, ഇങ്ങനല്ല ഒരു സിനിമ എടുക്കേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല പോർട്രേ ചെയ്യേണ്ടത്. പിടിച്ചത് അത് നീ ഒന്ന് പഠിപ്പിച്ചാണോടെ എനിക്ക്? തീർച്ചയായിട്ടും ഞാൻ വരാം നിന്റെ അടുത്ത്. തീർച്ചയായിട്ടും. നാളെ നാളെ ഞാൻ ഒന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അതോ അല്ലെങ്കിൽ വേറെ ദിവസം എവിടാന്ന് വെച്ചാൽ പറഞ്ഞത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ എല്ലാ ദിവസവും ഓർത്തിരുന്ന എന്തിനാ? വേറെ പണിയൊന്നുമില്ല. ഇത് വളരെ മോശമാണ് ജോർജ്. എനിക്ക് നിങ്ങളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത് പക്ഷേ വളരെ മോശമാണ്. ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഒരു ക്രിറ്റിസിസത്തെ ഇങ്ങനെയല്ല ഫേസ് ചെയ്യണം. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്, അത് ആദ്യം മനസ്സിലാക്കണം. നിന്റെ ക്രിറ്റിസിസം ഞാൻ സത്യമായിട്ടും എനിക്ക്
അതായത് നീ പറഞ്ഞ വാക്കുകളിൽ ഭയങ്കര അർത്ഥമുണ്ട് അതില്. അത് എനിക്ക് പഠിക്കണം, സത്യമായിട്ടും പഠിക്കണം. അത് നിന്റെ അടുത്ത് നേരിട്ട് വന്നിരുന്ന് പഠിക്കണം അത് തീർച്ചയായിട്ടും. കാരണം അത് 10-20 കോടി രൂപ ചെലവാക്കിയ പടത്തിന് നീ എഴുതി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കാര്യം ഭയങ്കര. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ സിനിമ മൂവി റിവ്യൂസ് ഇടുന്ന ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. സിനിമ മൂവി ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ഒരുപാട് പേര് സിനിമകളെ പറ്റി പല അഭിപ്രായങ്ങൾ ഇടുന്ന ഗ്രൂപ്പുകളാണ്. നിങ്ങളുടെ സിനിമകളെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പലരും അതിനകത്ത് ഇടാറുമുണ്ട്. ഇത് ആ ഒരു പുതിയ ഗ്രൂപ്പൊന്നുമല്ല, ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. ഞാൻ കാണുന്ന എല്ലാ സിനിമകളെ പറ്റി റിവ്യൂ ഇടുന്ന ആളാണ് ഞാൻ. നീ എഴുതണം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നീ എനിക്ക് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ നീ ഇപ്പൊ പറഞ്ഞില്ലേ എന്നോടുള്ള റെസ്പെക്ട് പോയിരുന്നു ജോജു ജോർജിനോടുള്ള. അത് സത്യം പറഞ്ഞ എന്റെ വീട്ടിലെ കഞ്ഞി ഇനി എന്താവുന്നുള്ളതാണ് ഞാൻ. ആ സിനിമ കണ്ടപ്പം പോയതിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു റിവ്യൂവിനെ നേരിടുന്ന രീതി കണ്ടിട്ടാണ് റെസ്പെക്ട് പോയത്. അല്ലടാ, എനിക്ക് അത് നീ കളയരുത് പ്ലീസ്. നിന്റെ റെസ്പെക്ട് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാകും. നിങ്ങൾ ഈ ജോസഫ് ഒക്കെ പോലത്തെ സിനിമയിൽ നല്ല അഭിനയം കാഴ്ചവെച്ച ആളല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൾ എന്തെങ്കിലും പറയുമ്പോഴത്തെ ഇത്രയും പ്രൊവോക്ഡ് ആവേണ്ട ആവശ്യം എന്താണ്? ആരാണ് പ്രൊവോക്കർ? ഞാൻ പ്രൊവോക്കർ നിന്നൊന്ന് കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു റിസർച്ച് സ്കോളറാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്ന് എന്നെ കാണാം. കൊച്ചേർക്കാൻ നീ ഞാൻ പ്രൊവോക്ടായ നീ മുള്ളിപ്പോ. എനിക്ക് മുള്ളാൻ നിങ്ങളുടെ പ്രൊവോക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇല്ല കേട്ടോ. നീ അപ്പൊ ഇനിയും എഴുതണം. ഇനി എഴുതും. ആരെ പേടിപ്പിക്കും? ഞാനും കുറെ നാളായിട്ട് ഈ പറഞ്ഞ എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നിങ്ങളുടെ കൂടുതൽ വരട്ടലൊന്നും വേണ്ട. എപ്പോഴാണ് ഞാൻ നിന്നെ വരട്ടെ? എനിക്ക് നീ എന്റെ റെസ്പെക്ട് പോയി എന്ന് പറഞ്ഞതിലുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നിന്റെ പോലത്തെ ഒരാൾ എന്നിലുള്ള റെസ്പെക്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ അത്? അതെ, അല്ലടാ. സർക്കാസും മാസ് ഡയലോഗ് ഒക്കെ ഉള്ള സാർ. പക്ഷെ വർക്ക് ആവുന്നവരടുത്ത് പോയി പറയണം. അതും വർക്കായില്ല. അതെ, സിനിമയും വർക്കായില്ല, ഡയലോഗും വർക്കാവുന്നില്ല. കഷ്ടമാണ്. ഭയങ്കര കോമഡിയാണ്. 15 കോടി രൂപ ഷെയർ വന്നതാ. നീ എന്ത് ചെയ്യപ്പോ? എനിക്കെന്താ, എന്റെ 250 രൂപ പോയി. അതാണ് എന്റെ നഷ്ടം. നീ പറഞ്ഞു നിന്റെ പഠനം അനുസരിച്ച് പറഞ്ഞിട്ട് പണം ഫ്ലോപ്പാണ്. പടം ഫ്ലോപ്പ് ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടാവും, അതെന്റെ പ്രശ്നമല്ല. എനിക്ക് ആ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എന്താ 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 കാണിച്ചു തരാന്നാ പറഞ്ഞ കേട്ടില്ല. കാണാം. ശരി, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നായക പരിവേഷം കിട്ടിയ പുതിയ നായകനായ, അല്ലെങ്കിൽ സിനിമയുടെ സമസ്ത ലോകങ്ങളിലും വിരാജിക്കുന്ന ജോജു എന്ന, അല്ലെങ്കിൽ ജോജു ജോർജ് എന്ന് പറഞ്ഞ നടനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളിയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹവും ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും കൂടി കൊത്തിപ്പറിച്ച കഥയാണ് നമ്മളിന്ന് പറയുന്നത്. ഒരു നടനെയും അങ്ങനെ കൊത്തിപ്പറിക്കരുതായിരുന്നു. കോടിക്കണക്കിന് രൂപ, 10-30 കോടി രൂപ മുടക്കിയെടുത്ത പടമാണ് പണി എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. ആ സിനിമയെ ആർക്കും നിരൂപണം നടത്താവുന്നത്. നിരൂപണമൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. നിരൂപണത്തിൽ കയറി പിടിച്ച് ബഹളം ഉണ്ടാക്കാൻ പോകുന്നത് മണ്ടത്തരമാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇവിടെ സിനിമ തിയേറ്ററിലെത്തിയ 2-ാം ദിവസം 3-ാം ദിവസവും ഒക്കെ, ഇവിടെ 2-ാം ദിവസം 3-ാം ദിവസം അല്ല, എറണാകുളത്തുള്ള ചില മന്ദബുദ്ധി പിള്ളേരാണെങ്കിൽ ഇൻ്റർവെല്ലാവുമ്പോൾ റിവ്യൂ എടുക്കുമല്ല. അതൊന്നും ഒരു നല്ല സിനിമയെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ചെറിയ സിനിമകളെ വേദനിപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ജോജുവിൻ്റെ പണി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ അതിലെ എന്താ പറയുക, ബലാത്സംഗ രംഗങ്ങളൊന്നും ഒരു ചെറുപ്പക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ വാട്സാപ്പ് സുഹൃത്തുക്കൾക്കോ നമ്മുടെ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ചെയ്തത് ഏതെല്ലാം സിനിമ റിവ്യൂ വരുന്ന പേജുകളുണ്ടോ അതിലെല്ലാം കയറി പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഈ സിനിമ കാണാൻ പോകരുതെന്നും കമൻറ്റ് ഇട്ടു. അതൊരു തെറ്റായ കീഴ്വഴക്കമാണെന്ന് പറയാം. കാരണം പൈസ മുടക്കുന്നതിൻ്റെ വേദന ഈ 250 രൂപ, അദ്ദേഹം തന്നെ, ആ ചെറുപ്പക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ആളാണ്. 250 രൂപ മുടക്കിയവൻ 30 കോടിയുള്ള ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം 39 വർഷം സിനിമയിൽ നിന്ന് ആഹാരം കഴിച്ച ഒരാളാണ് ഞാൻ. ജോജുവിന് പറ്റിയൊരു അവസ്ഥ എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരൻ റിവ്യൂ ഒന്നും ചെയ്യില്ലായിരുന്നു. 2-3 വർഷം മുമ്പ് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രകടനം എറണാകുളത്ത് നടക്കുമ്പോൾ റോഡ് ബ്ലോക്കായതിൽ ജോജു കയറി ശോഭിച്ചല്ലോ. അന്നു മുതൽ കോൺഗ്രസ്സുകാരുടെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ KSUക്കാരുടെ കണ്ണിലെ കരടാണ് ജോജു ജോർജ്. ഇനിയിപ്പോൾ ആരല്ല എന്ന് പറഞ്ഞാലും ആണ്. ഇനി അവൻ്റെയൊക്കെ തലതൊട്ടപ്പനായ KPCC പ്രസിഡന്റ് സുധാകരനോട് ചെന്ന് പറയാമെന്ന് വിചാരിച്ചാൽ സുധാകരൻ
യവന്മാരോട് പറയുകയില്ല, പറഞ്ഞാലും യവന്മാർ അംഗീകരിക്കുകയില്ല. സുധാകരനൊന്നും ഇപ്പോൾ ഒരു വിലയില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് പോലും അദ്ദേഹത്തെ എന്താ പറയുക ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന കാലമല്ലേ. പക്ഷേ ജോർജ് കുറച്ചുകൂടി മിതത്വം പാലിക്കണമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ നവമാധ്യമങ്ങൾ വന്നതിൻ്റെ കുഴപ്പങ്ങൾ പഠിക്കണം. നവമാധ്യമങ്ങൾ വന്നതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരുപാട് പേരെ ഹൈപ്പ് കൊടുത്ത് പൊക്കിവിടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും എപ്പോഴും നമ്മളെ വീക്ഷിക്കുന്ന ക്യാമറ ഉണ്ട് എന്നുള്ളൊരു ബോധം വേണം. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ജോജുവിന് ഈ അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയും. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ നമ്പർ തപ്പിയെടുത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണ് ഈ പയ്യൻ പഠിക്കുന്നത്, ഈ റിവ്യൂ ചെയ്ത ആൾ ആദർശ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന എനിക്ക് പോലും ആദർശിൻ്റെ നമ്പർ തപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എറണാകുളത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ആലുവയിലോ തൃശ്ശൂരോ താമസിക്കുന്ന ജോജു എങ്ങനെയാണ് ഈ നമ്പർ തപ്പിയെടുത്തതെന്ന് എനിക്കറിയില്ല. തപ്പിയെടുത്ത് തരാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ജോജു. പക്ഷേ ഈ വാരി കൂട്ടിത്തരാൻ ആളുണ്ടാവും, എറിയാൻ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ബോധം ജോജുവിന് ഇല്ലാതെ പോയി എന്ന് ഞാൻ പറയും. ജോജു ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കി എന്ന് പറയുന്നു. ചിരിച്ചു മണ്ണ് വെപ്പ് പോവും ജോജുവിൻ്റെ ചില കഥകൾ കേട്ടാൽ. ഇപ്പോൾ സനൽകുമാർ ശശിധരൻ്റെ ചോല എന്ന് പറഞ്ഞ പടം ജോജു പ്രൊഡ്യൂസ് ചെയ്തു. അവസാനം ജോജു സനൽകുമാർ ശശിധരനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ സന്ദേശം എന്തോ സനൽകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. നിന്നെ ഞാൻ അന്വേഷിച്ചങ്ങ് വരും, നിനക്കൊരു പണി തരൂ എന്നൊക്കെ. ഈ പണി തരലാണ് ഈ ജോർജ് പറയുന്ന പ്രധാനം. അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം നടക്കുമ്പോൾ അവിടെ ബൈറ്റ് എടുക്കാൻ ചെന്നവന്മാരെയൊക്കെ ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന കണ്ടു. ആരായാലും അടിച്ചു പോകും, പോട്ടെ. പക്ഷേ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അടിക്കുമ്പോൾ യവന്മാർ ഈ ആന കല്ല് വായിക്കത്തിട്ടേക്കും 12 വർഷം എന്ന് പറയും പോലെ ഈ പത്രക്കാരന്മാരെ പണിക്കാനുള്ള പ്രശ്നം എവിടെയെങ്കിലും ഇട്ടൊരു പണി തരാൻ അവർ അവസരം കാത്തിരിക്കും. അങ്ങനെ കിട്ടുമ്പോൾ കൊത്തിപ്പറിക്കുമെന്ന് ജോജുവിന് അറിയാതെ പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു 2-3 ദിവസം രാവിലത്തെ സുപ്രഭാതത്തിൽ രാത്രിയുള്ള ചർച്ചയിലും ഒക്കെ എല്ലാ പ്രബല ചാനലുകളിലും, ഏഷ്യാനെറ്റ് അടക്കമുള്ള പ്രബല ചാനലുകളിലെല്ലാം ഈ പയ്യനാണ് ഇരുന്ന് സംസാരിക്കുന്നത് ജോജുവിനെതിരെ. അതാണ് ചർച്ച. 30 കോടി മുടക്കിയവൻ്റെ വിഷമം ഈ ചാനലുകാർക്ക് ആർക്കും അറിയണ്ട. അവർക്ക് ജോജുവിനെ കൊത്തിപ്പറിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ ഭംഗിയായിട്ട് അങ്ങ് മുതലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ചോലയിൽ സനൽകുമാർ ശശിധരനായിട്ട് മുടക്കി. അതിനേക്കാളും ഞാൻ അറിഞ്ഞ വേറൊരു രസകരമായ കഥ, ഈ രഞ്ജിത്തിൻ്റെ ആദ്യകാലത്തെ സിനിമകളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പോലത്തുള്ള വേഷങ്ങൾ ചെയ്ത ആളാണ് ജോജു. ജോജു വലിയ ആളായപ്പോൾ രഞ്ജിത്തിനെ കൊണ്ടൊരു പടം സംവിധാനം ചെയ്യിക്കാൻ തീരുമാനിച്ചു. 25 ലക്ഷം രൂപ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു രഞ്ജിത്തിന്. എന്നിട്ട് എറണാകുളത്ത് ക്രൗൺ പ്ലാസയിൽ റൂമൊക്കെ എടുത്ത്, സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂമൊക്കെ എടുത്ത് ചർച്ച തുടങ്ങി. ചർച്ച സമയത്ത് രഞ്ജിത്ത് പറയുന്ന ഒന്നും അംഗീകരിക്കില്ല. ക്യാമറ ആരെ വെക്കണമെന്ന് ജോജു തീരുമാനിക്കും, എൻ്റെ കൂടെ അഭിനയിക്കേണ്ട ആരൊക്കെയെന്ന് ജോജു തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ച് രഞ്ജിത്ത് എല്ലാ പുല്ലും കൂടെ ഇട്ടെറിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു അഡ്വാൻസ് തിരിച്ചു കൊടുത്തിരിക്കും. കാരണം ജോജുവിൻ്റെ നിന്നൊക്കെ 25 ലക്ഷം രൂപ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെ നാറ്റ കേസാവും. അങ്ങനെ അദ്ദേഹം രഞ്ജിത്തിനെ വരെ സംവിധാനം പഠിപ്പിച്ചു എന്ന് പറയുന്നു. എത്ര ശരിയുണ്ടെന്ന് എനിക്കറിയില്ല, എന്നോടൊരാൾ പറഞ്ഞതാണ്. അയ്യോ, അവനൊരു ഭയങ്കര ബോർണല്ലേ, അവൻ രഞ്ജിത്തിനെയൊക്കെ സിനിമ പഠിപ്പിച്ച ആളാണ്, വന്ന വഴികൾ മറന്നുപോയവനാണ്. ഇനി ജോഷി സാറിനെ വല്ലതും പഠിപ്പിച്ചോന്ന് എനിക്കറിയില്ല, വിവരം അറിയും. എല്ലാ സെറ്റുകളിലും അഭിനയിക്കാൻ പോകുന്ന സെറ്റുകളിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് വഴക്കിടുമെന്നാണ് പറയുന്നത്. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്താൽ വിജയ് സേതുപതിയൊക്കെ ചെയ്യുന്ന പോലത്തെ വേഷങ്ങൾ ചെയ്ത് മലയാളത്തിലൊരു നല്ല സ്വഭാവ നടനായിട്ട് നിൽക്കാൻ പറ്റും. നായകനായിട്ടൊന്നും നിൽക്കാൻ നോക്കില്ല. കാരണം 9 മാസം ഗർഭമുള്ള പോലെ വയറും കണ്ണൊക്കെ ഒരുമാതിരി ചീർത്ത് താടിയും മുടിയൊക്കെ ഇങ്ങനെ അലസമായി വളർത്തിയിട്ട് ഒരു വൃത്തിയുള്ള കഥാപാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ പിന്നെ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കണ്ട. ഒരു നടൻ്റെ എന്താ പറയുക, ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ശരീരമാണ്. നടനായാലും നടിയായാലും അഭിനേതാവായാൽ ശരീരം ശ്രദ്ധിക്കണം. ജോജു എവിടെ ശ്രദ്ധിക്കാൻ? എനിക്കാണെങ്കിൽ അയാളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം രാജാതിരാജൻ എന്ന് പറഞ്ഞ പടമാണ് എനിക്ക് ഏറ്റവും ജോജുവിൻ്റെ ഇഷ്ടം. അതിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അളിയനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. എങ്ങനെയെല്ലാം കുളമാക്കാമോ നായകനെ എല്ലാ അബദ്ധങ്ങളിലും കൊണ്ട് ചാടിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇയാൾ മലയാള സിനിമയിൽ ഒരു ശ്രദ്ധേയനായ നടനാവുമെന്ന് എനിക്ക് തോന്നിയത് രാജാതിരാജ കണ്ടപ്പോഴാണ്. അതിൽ ജോസഫ് മനോഹരമായ സിനിമയല്ലേ. നാഷണൽ അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് ഇതിനിടയ്ക്ക് കരസ്ഥമാക്കി. 3 തവണ സംസ്ഥാന പുരസ്കാരവും വാങ്ങിച്ചു ജോജു. പക്ഷെ അതിൻ്റെ ഒന്നും ഭാരമില്ലാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പിള്ളേരുടെയൊക്കെ എല്ലാവരും കയറി എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് എന്താ പറയുക, അവരെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കും. വല്ല കാര്യമുണ്ടോ? ഈ ആദർശം എന്ന് പറഞ്ഞ പയ്യനുമായിട്ടൊന്നും മുട്ടാൻ പോകരുതായിരുന്നു. ഒന്നാമത് അവൻ ഒരു കേസുകാരൻ,
രണ്ടാമത് അവൻ ഒരു ചാനലിൽ കുറേ കാലം വർക്ക് ചെയ്ത പയ്യൻ. മൂന്നാമത് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ KSUവിൻ്റെ ബാക്കിംഗ് ഉണ്ട്. പിന്നെ നല്ല വാക്സാമർത്ഥ്യമുള്ള ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് അവൻ്റെ ഫേസ്ബുക്കിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കയറി ആവശ്യമില്ലാതെ പണി തരുമെന്നൊന്നും പറയാൻ പോണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ നീ മുള്ളും എന്നൊന്നും പറയാൻ പോണ്ടായിരുന്നു. അവൻ കൃത്യമായിട്ട് മുള്ളും എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ ഞാൻ മുള്ളുന്നുണ്ടെന്ന്. വല്ല കാര്യമുണ്ടോ? വടി കൊടുത്ത് അടി വാങ്ങിക്കണ്ടായിരുന്നു ജോജു. ഒന്നുകിൽ ഞാൻ സിനിമ കണ്ട് ജീവിക്കും, അല്ലെങ്കിൽ നശിക്കുമെന്ന് വാശി പിടിച്ച ചെറുപ്പക്കാരനായിരുന്നു ജോജു. ആ ഒരു വാശിയായിരിക്കണം അയാളെ സിനിമയിൽ ഇത്രയും സ്ഥലത്ത് എത്തിച്ചത്. ഇപ്പം നടനാണ്, ഗായകനാണ്, ഒരു അയ്യപ്പ ഭക്തി ഗാനം ഇരുന്ന് പാടുന്നുണ്ട്, നിർമ്മാതാവാണ്, സംവിധായകനാണ്. എല്ലായിടത്തും അയാൾ വിജയിച്ചു എന്ന് പറയാം. സിനിമ ശരിക്കും പറഞ്ഞ ജോജുവിനൊരു ഭ്രാന്തായിരുന്നു എന്ന് പറയാം. ഞാനൊരു നടനായേ പിന്മാറും, മലയാള സിനിമയിൽ എൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകും എന്നുള്ളൊരു വാശിയിൽ എത്ര കാലം അയാൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു നിലച്ചു. അയാളുടെ ആദ്യകാല സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കണം. എനിക്കും ഒരു ദിവസം വരും, ആ ദിവസത്തിനായി കാത്തിരിക്കുകയല്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ജോജു ഇന്നത്തെ ലെവലിലെത്തിയത്. 2014 ഞാൻ കണ്ട ആ രാജാധിരാജൻ 10-15 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ്. ശശി സാറിൻ്റെ പോലും പൊറിഞ്ചു മറിയും ജോസിലും ആൻ്റണി എന്ന് പറഞ്ഞ 2 പടത്തിലും. അതിനൊരു തമാശ കൂടെ ഞാൻ കേട്ടു. പൊറിഞ്ചു മറിയൻ ജോസിലെ നായകൻ പാൻ്റ് ഇട്ട പടമാണ് ആൻ്റണി. ആൻ്റണി ഞാൻ കണ്ടില്ല, പൊറിഞ്ചു മറിയൻ ജോസ് ഞാൻ കണ്ടു. ജോസഫ് 2018 വലിയ വിജയ ചിത്രങ്ങളിലൊന്നായിരുന്നു. അതിലൊരുപാട് കാശും കിട്ടി, കാരണം പ്രൊഡ്യൂസ് ചെയ്തതും ജോജു ആണല്ലോ. ഇപ്പോൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു, പണി നായകനുമായി. അയാൾ സഹകരിച്ച പടങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാൽ 1995 സിദ്ദിഖ് ഷമീറിൻ്റെ മഴവിൽ കൂടാരം എന്ന് പറഞ്ഞ പടത്തിലാണ് തുടങ്ങിയത്. രാവണപ്രഭു, പട്ടാളം, ബ്ലാക്ക്, വജ്രം, ചാന്തുപൊട്ട്, വാസ്തവം, മുല്ല, റോക്ക് ആൻഡ് റോള്, അണ്ണൻ തമ്പി തുടങ്ങി കുറേ സിനിമകൾ ചെയ്ത ശേഷമാണ് നോട്ടബിളായ വേഷങ്ങളിലേക്ക് വരുന്നത്. സഹകരിച്ചവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത് പറയാവുന്ന ജോഷി സാറിൻ്റെ 2 പടങ്ങളിലൊക്കെ നായകനാവുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവനെന്ന് ഞാൻ പറയും. സൽകുമാർ ശശിധരൻ, AK സാജൻ, ഭദ്രൻ, ലാൽ ജോസ്, മാർട്ടിൻ പ്രാക്കാട്ട്, അജയ് വാസുദേവ്, ജയരാജ്, രഞ്ജിത്ത്, ജിത്തു ജോസഫ്, മഹേഷ് നാരായണൻ, സിദ്ദിഖ്, K മധു, വൈശാഖ്, രഞ്ജിത്ത് ശങ്കർ, ജോസ് തോമസ്, M പത്മകുമാർ, VK പ്രകാശ്, ലിജോ ജോസ് പല്ലിശ്ശേരി, അൻവർ റഷീദ്, അങ്ങനെ മലയാളത്തിലെ എണ്ണം പറയാവുന്ന എല്ലാ സംവിധായകരുടെ പടങ്ങളിലും ഈ കുറച്ച് കാലം കൊണ്ട് ജോജു അഭിനയിച്ചു എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും ഈ റിവ്യൂവിനെ കുറിച്ച്, ഇപ്പോൾ ഉണ്ടായ പുലിവാലിനെ കുറിച്ച് സംസാരിച്ചാൽ, കേരളത്തിലെ കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന് ക്രിട്ടിക്സ് വ്യൂ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ആ പ്രസിദ്ധീകരണത്തിൽ മാസത്തിലൊന്നാണ്, ഡെമ്മി 8 വലിപ്പത്തിൽ, അതിലെ സിനിമ റിവ്യൂ ചെയ്തിരുന്നത് ഞാനാണ്. ആ മാസത്തിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു സിനിമയെ റിവ്യൂ ചെയ്യും, അത് ഞാനായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ റിവ്യൂ ചെയ്ത് തുളസിദാസ് സംവിധാനം ചെയ്ത മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തു. അപ്പോൾ അത് ജൂബിലി ആണ് വിതരണം, കലു ഡെന്നീസാണ് തിരക്കഥ. അക്കാലത്ത് ജൂബിലി റിലീസ് എന്ന് പറയുമ്പോൾ വലിയ പടങ്ങൾ റിലീസ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പടം വലിയ ഹിറ്റായി. പക്ഷെ ഞാൻ എഴുതി, ഇതൊരു സിനിമയല്ല, ഇത് സ്റ്റേജിൽ കാണിക്കുന്ന മിമിക്രിയെ ക്യാമറയിൽ പകർത്തി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്, ഇതിനെ സിനിമ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനൊരു റിവ്യൂ എഴുതി. റിവ്യൂ അടിച്ചു വന്ന് ക്രിട്ടിക്സിൽ അടിച്ചു വരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലെ പരസ്യം മിമിക്സ് പരേഡിൻ്റെ 50-ാം ദിവസം എന്തോ പറഞ്ഞ് പരസ്യമാണ്. അപ്പം തന്നെ ജോയ് തോമസ്, ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി മണ്ണാറക്കൻ ബേബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ ഭാഷയിൽ, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുരയ്ക്കും വാലാട്ടിയും ഒന്നിച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ പരസ്യം വാങ്ങി ക്രിട്ടിക്സ് വ്യൂ അടിക്കുക, അതിൽ ഞങ്ങളെ വിതരണം ചെയ്യുന്ന പടത്തെപ്പറ്റി ഇത് സിനിമയല്ല മിമിക്രിയാണെന്ന് നിരൂപണം നടത്തുക, അത് വേണ്ട. മേലിൽ ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ പരസ്യം തരുന്നതല്ല എന്ന് മണ്ണാറക്കയത്തിനോട് ജൂബിലി ജോയ് പറഞ്ഞു. ജൂബിലി ജോയ് ഇങ്ങനെ പറഞ്ഞു, നിന്നോട് മണ്ണാറക്കയം തന്നെ പറഞ്ഞു, ശാന്തികളെ നിങ്ങളുടെ റിവ്യൂ കാരണം നമ്മളെ പരസ്യം പോയി കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ദിനേശ് അത് കാര്യമാക്കണ്ട, നിങ്ങൾ റിവ്യൂ നടത്തിക്കൊള്ളൂ. രസം എന്താണെന്ന് വെച്ചാൽ, ഞാനുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന കലു ഡെന്നീസ്, കലൂരാൻ എന്നോട് പിണങ്ങി. ആ പിണക്കം വളരെ മോശമായ ഒരു തലത്തിലെത്തി. അപ്പോൾ എൻ്റെ ഗുരുനാഥനായ മരിച്ചുപോയ ഹരികുമാർ സാർ പറഞ്ഞു, ദിനേശ് ആ കലൂരാൻ്റെ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞ് പരിഹരിക്കണം കേട്ടോ. ആളെ വിളിച്ച്, ദിനേശ് ഒരു സോറി പറയും. ഞാനങ്ങനെ കലൂരാനെ വിളിച്ചു. എന്താടോ? അവനല്ല ഇങ്ങനെ മിമിക്സ് പരേഡിനെ കുറിച്ച് റിവ്യൂ ചെയ്തത്, അത് അതിനെന്താ, നീ ചെയ്തതിനെന്താ, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു പിണങ്ങുന്നു, ഗർവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഡെന്നിച്ചായ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, കലാഭവൻ്റെ മിമിക്രി സ്റ്റേജിൽ കാണിക്കുന്നതിന് നമ്മൾ സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത് കാണിക്കും പോലെ ഉള്ളൂ ആ പടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് വീണ്ടും വഷളായി.
അണിയാത്തവളകളിൽ സുകുമാരൻ അമ്പിയോട് മാപ്പ് പറയാൻ പോയതിലായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരികുമാർ സാർ വിളിക്കുന്നുണ്ടോ, ആ കല്ലൂരാനെ വിളിച്ച് സോറി പറയാൻ പറഞ്ഞപ്പോൾ കല്ലൂരാനെ വിളിച്ച് വീണ്ടും അത് മിമിക്രി പടമാണെന്ന് പറഞ്ഞു. സാറേ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കുറേ കാലം കല്ലൂരാൻ എന്നോട് പിണങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിണക്കത്തിനൊന്നും വലിയ ഇതില്ല. അദ്ദേഹം കൊച്ചു കാര്യങ്ങൾക്ക് പിണങ്ങും, അതുപോലെ ഇണങ്ങുന്ന ആളാണ്. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞാത്ത, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാത്തൊരു കാര്യമുണ്ട്. 2 കൈയും 2 കാലും വെച്ച് തിരക്കഥ എഴുതുന്ന കാലമായിരുന്നു അക്കാലത്ത്. കല്ലു ഡെന്നീസ് ഈ മിമിക്സ് പരേഡ് വരുന്ന സമയത്ത് എന്നെ 6 സിനിമകളിൽ നിന്ന് അസോസിയേറ്റ് ഡയറക്ടർ പോസ്റ്റിൽ നിന്ന് കല്ലൂരാൻ അയാൾ വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ കല്ലു ഡെന്നീസിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അത് ചെയ്യില്ല. പക്ഷെ എന്നോട് പറഞ്ഞത്, എന്നെ ഒഴിവാക്കിയ സംവിധായകർ എന്നോട് പറഞ്ഞത്, ദിനേശ് അത് നിങ്ങളുടെ അസോസിയേറ്റായിട്ട് വയ്ക്കാൻ പാടില്ല. എൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞാൽ അത് തിരക്കഥയൊന്നും അല്ല എന്ന് പറയുന്ന ദിനേശ് ഇതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ട, വേറെ ആരെങ്കിലും വയ്ക്കൂ എന്ന് പറഞ്ഞു എന്നാണ് എന്നോട് എന്നെ ഒഴിവാക്കിയ സംവിധായകരൊക്കെ പറഞ്ഞത്. പക്ഷേ 6 പടമല്ല 60 പടത്തിൽ നിന്ന് ഒഴിവാക്കിയാലും ഞാൻ പുല്ലേ മാത്രം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാനതും കളഞ്ഞു. ഇപ്പോൾ മലയാള നാട്ടിൽ തുടങ്ങി കലാകൗമുദിയിൽ സാഹിത്യ വാരഫലം എഴുതിയിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ടി പി ശാസ്ത്രമംഗലം, നമ്മുടെ ഇപ്പോഴത്തെ പാട്ടുകൾ റിവ്യൂ ചെയ്യുന്ന ആൾ. എം കൃഷ്ണൻ നായർ സാറിൻ്റെ അമ്പ് ഏൽക്കാത്ത ഏത് സാഹിത്യകാരൻ കേരളത്തിലുണ്ട്? എം ടി ആയാലും പത്മരാജൻ സാറായാലും തകഴി ആയാലും എല്ലാവരും നിശ്ചിതമായി വിമർശിക്കുകയും നിങ്ങൾ ചുരണ്ടിയത് ഇന്ന പുസ്തകത്തിൽ നിന്നാണെന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തിരുന്ന സാഹിത്യ വാരഫലം നടത്തിയിരുന്ന ആളായിരുന്നു, റിവ്യൂ നടത്തിയിരുന്ന ആളായിരുന്നു എം കൃഷ്ണൻ നായർ സാർ. ഇപ്പോൾ ജോജു പിടിച്ച് വരട്ടിയതുപോലെ കൃഷ്ണൻ നായർ സാറിനെ ആരും വരട്ടിയിട്ടില്ല. വിവരം അറിയും വരട്ടിയാൽ. ഇപ്പോൾ മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതി ഇറക്കുകയാണ്. കൃഷ്ണൻ നായർ സാറ് സാഹിത്യ വാരഫലത്തിൽ പറഞ്ഞ മുഴുവൻ പ്രിന്റ് ചെയ്ത് വന്നത് മുഴുവൻ പുസ്തകമാക്കി ഇറക്കുകയാണ്. 3000-4000 രൂപ വിലയാണ്. ഇത് എന്താ പറയുക, കൃഷ്ണൻ നായർ സാറ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ ഈ ആദർശ് പറഞ്ഞതുപോലെ എനിക്കതിൽ ആ ബലാത്സംഗം ഇഷ്ടപ്പെട്ടില്ല എന്ന് അയാൾ പറഞ്ഞാൽ, നിനക്കിതുപോലെ ബലാത്സംഗം ചെയ്യാമോ എന്ന് തിരിച്ചു ചോദിക്കരുത്. ഇപ്പൊ പതിവായിട്ടൊരു ചായക്കടി ചെന്ന് ഓംലേറ്റ് വാങ്ങി കഴിക്കുന്ന ആൾ ഒരു ദിവസം ചെന്നപ്പോൾ ചീമുട്ട ഇട്ടാണ് ഓംലേറ്റ് ഉണ്ടാക്കി തന്നത്. കഴിച്ചപ്പോൾ നമുക്ക് ആ രുചി വ്യത്യാസം തോന്നിയപ്പോൾ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ, നിനക്കെന്നാ ഇതുപോലെ ഒരു മുട്ട ഇടാമോ എന്ന് ചോദിക്കുന്നത് പോലെ വരട്ട് ന്യായമാണ് റിവ്യൂ ചെയ്യുന്ന ആളുകളോട് നിനക്കെന്നാ ഇതുപോലെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ലത് എഴുതിയാൽ ആരും കാണില്ല. അതാണ് ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് ആരും കാണില്ല. പക്ഷേ നമ്മൾ ഒരാളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞാൽ അയാൾ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ അയാൾക്ക് അയച്ചു കൊടുക്കും. നിങ്ങളെ പറ്റി ശാന്തിയുള്ള പറഞ്ഞ തെറി കേട്ടാ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കും. പക്ഷെ നല്ലത് നമ്മൾ എത്ര എപ്പിസോഡ് ആ ആളിനെ കുറിച്ച് തന്നെ ചെയ്താലും അവർ കണ്ടതായി ഭാവിക്കില്ല, അല്ലെങ്കിൽ കാണാൻ സാധ്യതയില്ല. അപ്പോഴും എനിക്ക് പറയാനുള്ളത്, അത് ജോജുവിനോടായാലും യാദർശിനോടായാലും എനിക്ക് പറയാനുള്ളത്, ആന ചെയ്യുന്നത് പോലെയൊന്നും ആട് ചെയ്യരുത്. അതാണ് ഇവർ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആന വാ പിളക്കും പോലെ ആട് വാ പിളർന്നാൽ എങ്ങനെ ഇരിക്കും? 10-40 വർഷമായിട്ട് ഇവിടെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നിൽക്കുന്നു, അവരുടെ സിനിമകൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, അവരെ എന്തെല്ലാം പറയാമോ അതൊക്കെ പറയുന്നുണ്ട്. എറണാകുളത്തുള്ള ബുദ്ധിയില്ലാത്ത ചെറുക്കനൊക്കെ എന്തെല്ലാം വിളിച്ചു പറയും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ചോദിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ സാഹിത്യ വാരഫലം കൃഷ്ണൻ നായർ സാർ അടക്കം ഇവിടെ റിവ്യൂ ചെയ്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ കോഴിക്കോടൻ, സിനിക്ക് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേർ മാതൃഭൂമിയിൽ സ്ഥിരമായി മാതൃഭൂമി വാരികയിൽ റിവ്യൂ ചെയ്തിരുന്നു. ഏതെങ്കിലും സിനിമയ്ക്ക് ദോഷം വന്നു? ആദർശിനെ പോലുള്ളവർ റിവ്യൂ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ വേണം റിവ്യൂ ചെയ്യാനെന്ന് ഞാൻ പറയും. വ്യക്തിഹത്യം നടത്തുന്ന രീതിയിൽ റിവ്യൂ ചെയ്യരുത്. ഇപ്പോൾ ജോജു തന്നെ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്ന കേട്ടു, എടാ എൻ്റെ സിനിമ ഇപ്പോൾ 15 കോടി കളക്ഷൻ കഴിഞ്ഞു, അതിന് നിനക്ക് പോലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ മറുപടി, അല്ല നിങ്ങൾക്ക് 15 കോടി കിട്ടിയാൽ എനിക്കെന്താ? ഞാൻ പറഞ്ഞത് എൻ്റെ 250 രൂപ കൊടുത്ത് ഞാൻ കണ്ട ടിക്കറ്റിൽ 250 രൂപ കൊടുത്ത് എടുത്ത ടിക്കറ്റിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ എഴുതി, ഇനി എഴുതും എന്നാവൻ. വടി കൊടുത്ത് അടി വാങ്ങാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും ജോജുവിനോട്. അവൻ തന്നെ പറയുന്നുണ്ട്, ഈ ആദർശം എന്ന് പറഞ്ഞ പയ്യൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഏതെല്ലാം പടങ്ങൾ കണ്ടിട്ട് ജോസഫ് അടക്കമുള്ള എത്രയോ നല്ല സിനിമകൾ കണ്ടപ്പോൾ നിങ്ങൾ നന്നായി അഭിനയിച്ചു എന്നെഴുതിയ ആളാണ് ഞാൻ. അതുപോലെ നിങ്ങളെപ്പറ്റി വിമർശിച്ചാലും നിങ്ങൾ ആ രീതിയിലല്ലേ കാണാനെന്നൊക്കെ ഈ പയ്യൻ വളരെ സമത്വത്തോടെ, അവൻ ബുദ്ധിമാനാണ്, കേസിലൊന്നും പെടാതിരിക്കാനുള്ള വളരെ തന്ത്രപൂർവ്വമാണ് അവൻ ഫോണിൽ മറുപടി പറയുന്നത്. മണ്ടനായതുകൊണ്ടാണോ ഈ അർഹതപ്പെടാത്ത വലിയ പോസ്റ്റൊക്കെ കിട്ടിയോണ്ടാണോ പറഞ്ഞൂടാ, ജോജു പറയുന്ന മുഴുവൻ കേസാക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഭീഷണിപ്പെടുത്തുന്ന കേസൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, നിന്നെ ഞാൻ കാണും, കാണും, നീ മുള്ളും, എന്നെ കണ്ടാൽ മുള്ളും. എങ്ങനെ ജോജു നിന്നെ കണ്ടാൽ
ഈ പറയുന്ന ആദർശ് മുള്ളുന്ന എന്തിനാ? അവന് ഷുഗറിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ മുള്ളുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ജോജു എന്ന് പറഞ്ഞ് ജോജു അല്ലാതെ ജോജു ഇപ്പം മമ്മൂട്ടി മോഹൻലാലോ വന്നൊന്നും ആരെങ്കിലും മുള്ളുവോ? നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ മനസ്സിലാക്കണ്ടേ ജോജു? കൊച്ചു പിള്ളേരുടെയൊക്കെ കളിക്കാൻ പോയാൽ അവന്മാർ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അത് നാണക്കേടാണ്. ജോജു പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നതല്ല ഇവിടുത്തെ വലിയ പ്രശ്നം. മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ആരാ ജോജു നിന്നോട് പറഞ്ഞേ? എന്തിനാ ഈ ഇടുക്കിയിലേക്കുള്ള പാവങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, പേടിപ്പെടുത്തുന്നത്? മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നതല്ല. ഞാനൊരു കോൾ ചെയ്തതാണ് ചർച്ച. പക്ഷേ ഇവിടുത്തെ ചാനലുകൾ ചെയ്ത ചർച്ച കണ്ടാൽ അയ്യോ എന്താ ചർച്ച! എല്ലാ ചാനലുകാരും ഈ പയ്യനെ വിളിച്ചിരുത്തി ഭയങ്കര ചർച്ച. ജോജുവിനെതിരെ വൺ സൈഡായിട്ടാണ് അവർ ചെയ്യുന്നത്. അതവരെ എന്താ പറയുക, ജോജുവിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം കാണും. അത് തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അതിന് ആദർശനെ നന്നായിട്ട് അവർ ഉപയോഗിച്ചാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആദർശനെ അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഞാനില്ല, ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ അയാൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു. ഈ ചർച്ചയ്ക്ക് ഇനി ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഓരോ കൈയടിക്കും ഓരോ നമസ്കാരം എന്നൊക്കെ ഒരു സ്റ്റേജിൽ നിന്ന് ജോജു പറയുന്നു. അങ്ങനെ വേണം കാണാൻ. ആ കയ്യടി മാത്രം കിട്ടാവൂ എന്ന് വിചാരിക്കരുത് ജോജു. ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും സുരേഷ് ഗോപിയും ഒക്കെ വളർന്നു വന്നത് ഒരുപാട് വിമർശനങ്ങൾ. സുരേഷ് ഗോപിയുടെ 20-ാം നൂറ്റാണ്ടിലേക്ക് സ്വന്തം ശബ്ദം ഡബ് ചെയ്തപ്പോൾ അക്കാലത്ത് മിമിക്രിക്കാരുടെ സ്ഥിരം കളി തമാശയായിരുന്നു സുരേഷ് ഗോപിയുടെ ശബ്ദം. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ എവിടെ എത്തി? അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിലെത്തിയില്ലേ? അങ്ങനെ വേണം കാര്യങ്ങൾ കാണാനെന്ന് ഞാൻ പറയും. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് സിനിമ എന്ന് ജോജു പറയുന്നു. ഞാൻ നല്ലത് ചെയ്തപ്പോഴും മണ്ടത്തരം ചെയ്തപ്പോഴും മലയാളി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നു. അവിടെയാണ് തെറ്റ്. മണ്ടത്തരം ചെയ്യുമ്പം ജോജു നീ ചെയ്യുന്ന മണ്ടത്തരമാണെന്ന് പറയാതെ കൈയടിക്കുമ്പം വീണ്ടും വീണ്ടും മണ്ടത്തരം ചെയ്യില്ലേ ജോജു? അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഞാൻ പറയും. മലയാളി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് ജോജു പറയുന്നു. അത് ഓക്കെ, മലയാളിയെ അംഗീകരിക്കണം. കാരണം മലയാളികളാണല്ലോ ജോജു എന്ന് പറഞ്ഞ നടനെ അംഗീകരിച്ചത്. എനിക്കാദ്യമായാണ് ഇത്രയും വിജയവും സാമ്പത്തികവുമായി വിജയിച്ച ഒരു സിനിമ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് ആ വിഷമം കൊണ്ടായിരിക്കും. കാരണം അയാൾ അഭിനയിച്ച മറ്റു പടങ്ങളൊക്കെ ആവറേജ് ആയിരുന്നപ്പോൾ പണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു വലിയ ഹൈപ്പ് കിട്ടിയപ്പോൾ അതിനിടയിൽ കയറി അതിലെ ബലാത്സംഗ സീനൊന്നും ഷൂട്ട് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിലിടാതെ ഒരുപാട് ഫേസ്ബുക്കുകളിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. മനുഷ്യനല്ലേ ജോജു. ഞാനിപ്പോൾ എയറിലാണെന്ന് അയാൾ എന്നെ തുറന്ന് പറയുന്നു. എൻ്റെ ഒരു ഗതികേടിലാണ്. എൻ്റെ റൈറ്റ്സ് ഞാൻ എവിടെ പറയണം എന്ന് അയാൾ ചോദിക്കുന്നു. കാരണം 10-30 കോടി രൂപ മുടക്കിയെടുത്തൊരു സിനിമ, 15 കോടി രൂപ ആദ്യ ആഴ്ചയിൽ തന്നെ കളക്ട് ചെയ്തൊരു സിനിമ, ഒരുപാട് കളക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള, ഒരുപാട് പേർ കാണാൻ സാധ്യതയുള്ള ഒരു സിനിമയെ അതിലെ ബലാത്സംഗ സീനുണ്ടെന്നും ആ ബലാത്സംഗം എടുത്തത് ശരിയായില്ല എന്നും റേപ്പിസ്റ്റ് പോലുള്ള സിനിമകൾ കണ്ടിട്ട് വേണമായിരുന്നു റേപ്പ് ഷൂട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത് ആദർശേ. നിങ്ങൾ പനമ്പള്ളി ഗോവിന്ദമേനോനെ കണ്ടിട്ടാണോ ഇപ്പോൾ KSUവിൽ വർക്ക് ചെയ്യണേ? ആണോ? നിങ്ങളിപ്പോൾ AK ആൻ്റണിയെ പോയി നിന്ന് അദ്ദേഹത്തെ വീട്ടിൽ പോയി നിന്ന് സംസാരിക്കുകയും അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം നമ്മൾ പറയുന്നതെല്ലാം സശ്രദ്ധം വീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇട്ടേക്കണ കേട്ടോ. നിങ്ങൾക്ക് AK ആൻ്റണി ആവാൻ കഴിയുമോ? ആവില്ല. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. കാരണം അയാൾ ചോദിക്കുന്നത് 10-30 കോടി രൂപ എന്നെ വിശ്വസിച്ച് മുടക്കിയെടുത്തൊരു സിനിമ, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 15 കോടി കളക്ട് ചെയ്തൊരു സിനിമ, ഒരുപാട് പേർ കാണുമെന്ന് ഞാൻ ആശിച്ച ഒരു സിനിമ, ആ സിനിമയെ റിവ്യൂ എന്നുള്ള പേരിൽ ഒരുപാട് ചാനലുകളിൽ പോസ്റ്റ് ചെയ്ത് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആ വിഷമം, എൻ്റെ റൈറ്റ്സ് ഞാൻ എവിടെ പോയി പറയുമെന്നാണ് ജോജു ചോദിക്കുന്നത്. ഒരാളിരുന്ന് പല ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ എടുക്കണം എന്നെനിക്കറിയില്ല. സിനിമ കാണരുതെന്ന് പറയുന്നവനെ വിളിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല എയറിലാവും എന്നാണ് ജോജു പറയുന്നത്. ആ പോർഷനിൽ ന്യായം ജോജുവിൻ്റെ പക്ഷത്താണ്. ഒരുപാട് പേർ മോശം റിവ്യൂ ഇട്ടു. അതിലൊരാളെപ്പോലും ഞാൻ വിളിച്ചില്ല. ഒരേ സമയം പലതിലും പോസ്റ്റ് ചെയ്ത ആദർശനെ മാത്രമേ വിളിച്ചുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുള്ള വാർത്ത നന്നായി പ്രചരിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് വിളിച്ചത്. അതിൽ ഞാനല്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത സിനിമയാണ് പണി. ആദ്യ 2 ദിവസത്തെ ഡീഗ്രേഡിങ് നമ്മളെ നന്നായി തളർത്തി. ആദ്യം പടം നല്ല അഭിപ്രായം ഉണ്ടാക്കിയില്ല. അതിപ്പോൾ മഞ്ഞിലുരിഞ്ഞ പൂക്കളടക്കം എത്രയോ സിനിമകൾ ആദ്യത്തെ 2-3 ദിവസം ഇപ്പോൾ വീഴും എന്ന് വിചാരിച്ചിട്ടില്ലേ പിന്നെ 150 ദിവസം ഓടി. പക്ഷേ സിനിമ മലയാളി ഏറ്റെടുത്തു. എൻ്റെ സിനിമ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും തന്നെ പറയണം. അത് നല്ലതാണെന്ന് നിങ്ങൾ പറയണ്ട, മോശമാണെങ്കിൽ നിങ്ങൾ നല്ലതാണെന്ന് പറയണ്ട. പക്ഷേ ഈ പർട്ടിക്കുലർ കക്ഷി ഒരു റിവ്യൂ
ഒരുപാടിടത്ത് പോസ്റ്റ് ചെയ്തു. ഈ സിനിമ കാണരുതെന്ന് കമന്റുകൾക്ക് താഴെ അയാൾ എഴുതി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശ് ചെയ്തത് തെറ്റാണ്. ഞാൻ എൻ്റെ കൈവശമുള്ള രേഖകളുമായി നിയമപരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ അയാളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ വരട്ടെ. പക്ഷെ ആ സംസാരിച്ചതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് ജോജു. നീ മുള്ളും, എന്നെ കണ്ടാൽ നീ മുള്ളും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിന്നെ കണ്ട് ഞാൻ സിനിമ പഠിക്കാവിടാ എന്നൊക്കെ പറയുന്നു. എടാ പോടാ ഒരുപാട് വിളിക്കുന്നുണ്ട് ജോജു. അത് ഇല്ല എന്ന് ഇനി ജോജുവിന് പറയാമല്ലോ. ജോജു, ഈ നവമാധ്യമങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാ ഫോണുകളും റെക്കോർഡ് ചെയ്യാവുന്നതാണ് ജോജു. ഓട്ടോമാറ്റിക് റെക്കോർഡുണ്ട്, നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ നമ്മൾ ഫോണിൽ പരിചയമില്ലാത്ത ഒരാളെ വിളിക്കുമ്പോൾ സൂക്ഷിക്കണം ജോജു. ജോജു എനിക്കൊണ്ട് ശകലം അടിച്ചും കൊണ്ട് വച്ച് താങ്ങിന്ന് തോന്നും. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കണ്ടാൽ മുള്ളൂ എന്ന് പറയുന്നത്, ജോജുവിനെ കണ്ടാൽ മുള്ളണ എന്തിനാ? ജോജു ഒരു മനുഷ്യനല്ലേ, വിഴുങ്ങുന്നില്ലല്ലോ പിടിച്ച്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ കേട്ടില്ലേ, എൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, വാ വന്ന് കണ്ടിട്ട് പോകുമെന്ന് പറയുമ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ പറയിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ജോജുവിനോട് ചോദിക്കാനുള്ളത്. എന്തായാലും ജോജുവിനൊരു നല്ല സുഹൃത്തിനെ കിട്ടി, അഖിൽ മാരാർ എന്ന് പറഞ്ഞ സംവിധായകൻ. ഒരാപത്ത് കാലത്ത് വരുമ്പോഴാണ് യഥാർത്ഥ മിത്രമാര് ശത്രുവാരെന്ന് നമ്മൾ അറിയുന്നത്. അത് അതിൻ്റെ അനുഭവം അറിയണമെങ്കിൽ നിങ്ങൾ ഇടവേള ബാബുവിനെ വിളിച്ച് കേട്ടാൽ മതി ജോജു. ഞാൻ ഇടവേള ബാബുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇടവേള ബാബു എന്നോട് പറഞ്ഞത്, എൻ്റെ 30 വർഷം പാഴാക്കി ശാന്തിപിള്ള. ഞാൻ എൻ്റെ അമ്മയിലെ എല്ലാ അംഗങ്ങളെയും എൻ്റെ സഹോദരന്മാരായും സഹോദരിമാരായും ആയിട്ടുമൊക്കെ കണ്ടു. 30 വർഷം അവർക്ക് വേണ്ടി ജീവിച്ചു. എന്നെ ഒരു ചതിവിൽപ്പെടുത്തി ഞാനൊരു ആപത്തിലേക്ക് ചാടിയപ്പോൾ ഒരാളും വിളിച്ചു പോലും എന്നോടൊരു ആശ്വാസ വാക്ക് പറഞ്ഞില്ല എന്ന് വളരെ വിഷമത്തോടു കൂടി നമ്മുടെ ബാബു എന്നോട് പറഞ്ഞു. ഞാൻ പറയുന്നത്, ജോജു ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ആപത്ത് വരുമ്പോഴേ യഥാർത്ഥ ശത്രു ആരെ, യഥാർത്ഥ മിത്രമാരെന്ന് അറിയാവൂ. സിനിമയിലാകുമ്പോൾ ഒരുത്തനും സഹായിക്കാൻ ഉണ്ടാവില്ല ജോജു. നിങ്ങളുടെ കൂടെ കള്ളം വാങ്ങിച്ചു കുടിച്ച് നിങ്ങളുടെ കട്ടിൽ കിടന്നുറങ്ങിയാലും നിങ്ങൾക്കൊരാപത്ത് വന്നാൽ അവൻ പൊടിയും തട്ടി അടുത്ത ആളിലേക്ക് പോകും. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ ഒന്നിച്ച് വരയ്ക്കാൻ കിട്ടുമ്പോൾ മോഹൻലാലിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ഒരു രോഗിയായി മാറി കോയമ്പത്തൂർ ആര്യ വൈദ്യശാലയിൽ അഡ്മിറ്റായപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. അദ്ദേഹം മരണം വരെയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന എർത്തുകളൊക്കെ ഇങ്ങോട്ട് ചാടിയെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞുതരും, സ്വകാര്യമായി പറഞ്ഞുതരും. പരസ്യമായിട്ട് അദ്ദേഹം പറയില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ജോജു ഒരു കെണിയിൽപ്പെട്ടു. ജോജുവിന് പരസ്യ പിന്തുണ നൽകാൻ ഒരു അഖിൽ മാരാർ മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. തീർച്ചയായിട്ടും അഖിൽ മാരാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അഭിനന്ദനം അർഹിക്കുന്നു ഞാൻ പറയും. 1000 ശത്രുക്കൾ ഉണ്ടായാലും കുഴപ്പമില്ല, അഖിൽ മാരാരെ പോലെ ഒരു സുഹൃത്തുണ്ടായാൽ മതി എന്നാണ് ജോജു പറയുന്നത്. ഞാനും ജോജുവുമായിട്ടുള്ള പ്രശ്നം ഒത്തുതീർപ്പാകരുത് എന്ന ചിന്തയാണ് അഖിൽ മാരാർക്ക് എന്നാണ് ആദർശ് പറയുന്നത്. ജോജുവിനെ പിന്തുണച്ച് അഖിൽ മാരാരെ പോലെയുള്ളവർ വരുമ്പോൾ ഡിഫൻസ് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും മറുപടി പറയേണ്ടി വരുമെന്നും എനിക്കതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ല എന്നും ആദർശ് പറയുന്നു. കാരണം അഖിൽ മാരാർ എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി പറയണ്ടേ എന്നാണ് ആദർശ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ ആദർശിൻ്റെ ഫേസ്ബുക്ക് മൊത്തം പരതി നോക്കി. KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രൂപ്പ് വാർ റൂം മെമ്പറാണ് അദ്ദേഹം. റിപ്പോർട്ടറിൽ കുറെ കാലം ജോലി ചെയ്തിരുന്നു. ചുരുളി എന്ന് പറഞ്ഞ സിനിമ മനോഹരമായ ഉദാത്തമായ സിനിമയാണെന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ജോജ് അടക്കം അഭിനയിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും തള്ളക്കി വിളിക്കുന്ന ഒരു പടമാണല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് അത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് കളഞ്ഞു. കാരണം കൂടെ ഉള്ളത് ഭാര്യയാണെങ്കിൽ ഇങ്ങനെ മുട്ടം തെറി വിളിക്കുന്നത് സിനിമയാണെന്ന് ഞാനെങ്ങനെ പറയുന്നേ. മാളികപ്പുറം കുട്ടികളെ കാണിക്കരുത് എന്നും പറഞ്ഞ ആളാണ് ഈ ആദർശ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ആദർശ് പറയുന്നത്, ഈ ഭക്തിയെ വിറ്റെടുക്കുന്ന ഈ സിനിമ, അല്ലെങ്കിൽ വയലൻസ്, മോശമല്ലാത്ത വയലൻസ് ഉള്ള ഈ സിനിമ കുട്ടികളെ കാണിച്ച് വഴിതെറ്റിക്കരുതെന്നാണ് അയാൾ പ്രിവ്യൂവിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആദർശ്, ഈ നമ്മളെ അഖിൽ മാരാർ പറയുന്നത് ചുരുളി നല്ല സിനിമയെന്നും മാളികപ്പുറം ഒരു തല്ലുപൊളി മോശം പടമാണെന്നും പറഞ്ഞ ആളാണ് ആദർശ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനിടയിൽ ഈ വീട് കത്തുമ്പോൾ ആണല്ലോ വാഴ വെട്ടാൻ മലയാളിക്ക് ഇഷ്ടം. ഒരുത്തം കൊണ്ടൊന്നൊരു പരാതി കൊടുത്തു ഹൈക്കോടതിയിൽ. എന്താണെന്ന് വെച്ചാൽ, പണി എന്ന സിനിമ UA സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ UA ആവുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രായപൂർത്തിയായ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ ഇരുന്ന് കാണാം, ഒറ്റയ്ക്ക് വന്നിരുന്ന് കാണാൻ പാടില്ല. അയാൾ പറയുന്നത് UA സർട്ടിഫിക്കറ്റ് കിട്ടിയ പണിയിലെ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും UA സർട്ടിഫിക്കറ്റിന് നിരക്കാത്തതാണ്. പണി കണ്ടാൽ
കുട്ടികളുടെ മനസ്സിനെ ദോഷമായി സ്വാധീനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പൊതു താല്പര്യ ഹർജിയായിട്ടാണ് കൊടുത്തത്. സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകാൻ കേന്ദ്ര സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകണം എന്നായിരുന്നു പരാതി. ഹർജി തള്ളുമെന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വാക്കാല് വ്യക്തമാക്കിയതോടെ പരാതിക്കാരന്റെ വക്കീല് കേസ് പിൻവലിച്ച് പൊടിയും തട്ടി അങ്ങ് പോയി. കോടതി ഞങ്ങൾ ഈ കേസ് പിൻവലിച്ചോട്ടോ എന്ന് ചോദിച്ചോ, കോടതി പറഞ്ഞു ഓ പിൻവലിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പിൻവലിച്ചു. ഞാൻ പറയുന്നത് പണി പാലും വെള്ളത്തിലും വരുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ്. ഇവിടെ സിനിമ കണ്ട് കുട്ടികളെന്നല്ല, സിനിമ കണ്ട് മനുഷ്യർ നശിക്കുമെങ്കിൽ നമ്മളെ കേരളത്തിലെ 100% സിനിമ കാണുന്നവരും നല്ലവരാവേണ്ടതാണ്. നമ്മുടെ നടൻ ശ്രീനിവാസൻ എപ്പോഴും പറയും മലയാള സിനിമയിലെ ഏറ്റവും പാവത്താനായ കഥാപാത്രം ആര് എന്ന് ചോദിച്ചാൽ ആ പടത്തിലെ വില്ലനാണ്. നായികയെ ബലാത്സംഗം ചെയ്തും കാണുന്നവരെയൊക്കെ AK-47 വെച്ച് കൊന്നും ആർത്തട്ടഹസിച്ച് വിളിച്ച് നടക്കുന്ന ഈ വില്ലൻ, ബാലങ്കൻ നായരാവട്ടെ, ജോസ് പ്രകാശ് ആവട്ടെ, TG രവി ആവട്ടെ, ആരാവട്ടെ, പടം തീരുന്നതിന് 3 മിനിറ്റിന് മുമ്പ് യവൻ നായകന്റെ കൈകൊണ്ട് ചാവുമെന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഓഡിയൻസിനും അറിയാം. അതിലഭിനയിക്കുന്ന നായകനും നായികയ്ക്കും അറിയാം. യവൻ പടം തീരുന്നതിന് 3-ാമത്തെ മിനിറ്റിന് മുമ്പ് ചാവും. അതുവരെ അവൻ ഈ അട്ടഹസിച്ച് നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നന്മ ജയിക്കുകയും തിന്മ തോൽക്കുകയും ചെയ്യുന്നതാണല്ലോ മലയാള സിനിമ. എന്നിട്ടോടെ മലയാളി നന്നായോ? ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ഉണ്ടായ നാടാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ. കാമുകനോടൊപ്പം പോകാനായിട്ട് മകനെയും മോളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയാൽ മതി. അത് ചെയ്യാതെ കാമുകനുമായി ചേർന്ന് പിഞ്ചു കുഞ്ഞിനെയും ഭർത്താവിനെയും കൊല്ലാൻ ഏർപ്പാടാക്കുകയും ഭർത്താവ് രക്ഷപ്പെടുകയും ഭർത്താവിൻ്റെ അമ്മയും ഈ പിഞ്ചു കുഞ്ഞും കൊല ചെയ്യപ്പെട്ട നാടാണ്. ഇതൊന്നും സിനിമയിൽ വന്നിട്ടില്ല. ഇതൊന്നും ഉണ്ടോ? ഇതൊന്നും സിനിമയിൽ വന്നിട്ടില്ല. ഇവിടെ നടക്കുന്ന ഓരോ ക്രിമിനൽസ് കാര്യങ്ങൾ എടുത്തു നോക്കും. ഇതൊന്നും സിനിമയിൽ കാണിച്ചാൽ വിശ്വസിക്കില്ല ആളുകൾ. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാലും പറയും സിനിമ കണ്ട് കുട്ടികൾ വഴിതെറ്റും. റേപ്പ് കേസ് പ്രതികളെ അനുകൂലിക്കുന്നവരുള്ള നാടാണ്. ജോജുവിനും അനുകൂലികളെ കിട്ടും എന്നാണ് ആദർശ് പറയുന്നത്. എനിക്ക് ആദർശനോട് പറയാനുള്ളത്, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി കൊടുത്ത ആളുകളെ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പരാതി കൊടുത്ത ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോ 4 പേര് പറയാണ് എനിക്ക് ബോധമില്ല, ഞാൻ അന്ന് എന്താണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ വരില്ല. 6 പേര് പറയുകയാണ് പരാതി നിങ്ങൾക്ക് വന്ന് നേരിട്ട് എഴുതി തരാനോ പരാതിയുമായിട്ട് മുൻപോട്ട് പോകാനൊന്നും എനിക്ക് സമയമില്ല. അപ്പം ഇതൊക്കെ കൊടുത്തത് ചുമ്മാ ഒരു രസത്തിന് ഇരിക്കട്ടെ എന്ന് കൊടുത്തതായിരിക്കും. അതുപോലെ തന്നെ 10-12 പരാതിക്കാരെ കാണാനേ ഇല്ലാന്ന്, ആ അഡ്രസ്സിലെ അങ്ങനെ ഒരാളുകളില്ലാന്ന്, കള്ള അഡ്രസ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ നാട്ടിലാണ് റേപ്പ് കേസ് പ്രതികളെ അനുകൂലിക്കുന്നവരുണ്ട് എന്ന് ഈ ആദർശ് പറയുന്നത്. ഞാനിതിൽ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് പറയുന്നില്ല. ആദർശ് വിശ്വസിക്കുന്ന പാർട്ടിയിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണെന്ന് റേപ്പ് കേസുകളെല്ലാം പിന്തുണയ്ക്കുന്നതുകൊണ്ടാണെന്ന് ജോജുവിന് അനുകൂലികളെ കിട്ടിയത്. ഞാനതിൽ ഭയപ്പെടുന്നില്ല, കാര്യമായിട്ട് എടുക്കുന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ജോജുവിനോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്, ഞാനതിൽ ബോധേടാവേണ്ട കാര്യമില്ല എന്നും ആദർശ് പറയുന്നു. അത് തെറ്റാണ് ആദർശേ. ഞാൻ ജോജുവിനെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആദർശ് പറയോ ജോജു ഞാനും കൂടെയാണ് എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം അടിക്കുന്നത്, അടുത്ത ജോജുവിൻ്റെ സിനിമ സംവിധാനം ചെയ്യുന്നത് ഞാനാണ്, എന്നെ കാണുമ്പോഴൊക്കെ ജോജു 1,00,000 രൂപ തരുമെന്ന് ആദർശ് പറയും. അതെന്ത് വർത്താനം ആദർശേ? നീ മാത്രം AK ആന്റണിക്ക് പഠിക്കുന്ന പുണ്യവാളനും ഈ ജോജു എന്ന് പറഞ്ഞ സുഹൃത്തിനെ പിന്തുണയ്ക്കുന്ന അഖിൽമാരാർ അടക്കമുള്ളവർ ഇപ്പം വേണമെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് എന്നെയും ചേർത്തോ. ഞങ്ങളൊക്കെ ജോജുവിന് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണെന്നുള്ള രീതിയിൽ വർത്തമാനം പറയരുത്. അത് ശരിയല്ല ആദർശേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നീ ഒരു കോൺഗ്രസ്സുകാരനെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുക, അത് ശരിയല്ല. ജോജു ഇങ്ങോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ്. ആദർശ് നടപടി സ്വീകരിക്കുമോ? ഏഷ്യാനെറ്റിൻ്റെ എന്തൊരു ആവേശം എന്ന് പറയുക സുരേഷിന്, എൻ്റെ സുഹൃത്താണ് അവതാരകൻ. അദ്ദേഹം ചോദിക്കുന്നത് ജോജു ജോർജ് ഇങ്ങോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ്, ആദർശ് നിയമ നടപടി സ്വീകരിക്കുമോ? ഏതെങ്കിലും തരത്തിൽ ജോജുവിനെ കോടതിയിൽ കയറ്റണമെന്നോ പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെന്നോ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. അദ്ദേഹം ചെയ്തത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്.
അദ്ദേഹം അങ്ങനെ ചെയ്താൽ ഞാനും പോകുമെന്ന് ആദർശ്. ജോജു കേസിന് പോയാൽ ഞാനും പോകും. ജോജു എന്നെ ഭീഷണിപ്പെടുത്തി ഫോണിലൂടെ കൊല്ലുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോകും എന്നാണ് ആദർശ് പറയുന്നത്. പരാതിയായി അദ്ദേഹം പറയുന്നത്, ഞാൻ പല ഗ്രൂപ്പുകളിൽ പണിക്കെതിരെ പോസ്റ്റ് ഇട്ടു, സിനിമയെ സ്പോയിലർ ചെയ്തു എന്നൊക്കെ വച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന്. അങ്ങനെ വന്നാൽ ആ പശ്ചാത്തലത്തിൽ മാത്രം ഞാനും കോടതി കയറും. അദ്ദേഹത്തെ ആരോ മിസ്ഗ്രേഡ് ചെയ്തതാണ്. അദ്ദേഹം കോടതിയിൽ പോയാൽ ഞാനും പോകും. അപ്പോൾ സുരേഷിന്റെ ആവേശം. റിവ്യൂ ഇടുന്നതാണോ വലിയ പ്രശ്നം? ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണോ വലിയ പ്രശ്നം? അതായത് 30 കോടി മുടക്കിയ സിനിമയെ തുലയ്ക്കാനായിട്ട് ഒരു കൊച്ചു റിവ്യൂ അല്ലേ ആദർശിട്ടുള്ളൂ. അതിന് പകരം ഫോണിൽ വിളിച്ചിട്ട് നീ എന്നെ കണ്ടാ മുള്ളൂടാ എന്ന് പറയുന്നതല്ലേ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് സുരേഷ് ചോദിക്കുന്നത്. ഇതിലേതാണ് ക്രിമിനൽ കുറ്റമാവുന്ന ഇതിലേതാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മിഡിൽ ക്ലാസ്സായ മനുഷ്യരുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ കേസ് കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാൽ മെനക്കെടാൻ പോവില്ല. അതൊരു സത്യമാണ് ആദർശ് പറയുന്നത്. ഇപ്പോൾ അന്നന്നത്തെ അന്നത്തിനുള്ള വക തേടുന്നവരോട് ആവശ്യമില്ലാതെ കേസ് വരും എന്ന് പറഞ്ഞാൽ അവർ പേടിക്കും. ഇപ്പം ഞാൻ പേടിക്കുന്നില്ലേ? എനിക്കിപ്പോൾ പഴയ ആവേശമില്ല എന്ന് പലരും പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കോടതികളിലും കേസുണ്ട്. കമൽ കൊടുത്ത ആ പോക്സോ കേസിനാണെങ്കിൽ ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിരിക്കുക. ജാമ്യമല്ല, സ്റ്റേ ചെയ്തിരിക്കുക വിചാരണ. പോക്സോ കേസാണ്, പിള്ളേർ കളിയല്ല. അപ്പോൾ ഇവിടുത്തെ പോക്സോ കോടതിയിലെ കേസ് വിചാരണ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ സ്റ്റേ വാങ്ങി. അപ്പോൾ ഒരു സ്റ്റേ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റേക്ക് പോകണമെങ്കിൽ വക്കീലിന് എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ അടുത്ത പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇനി ഇതിൽ പോക്സോയിലൊന്നും പെടാതിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ന്യൂട്രാവും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ADGP സന്ധ്യ കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, സന്ധ്യ എൻ്റെ പേരിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടിട്ട് പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാണല്ലോ കേസ്. ഞാൻ അങ്കമാലിയിൽ കയറി ഇറങ്ങാണ് വർഷങ്ങളായിട്ട്. ഈ അങ്കമാലി പോയി തലേ ദിവസം പോയി റൂമെടുത്ത് താമസിച്ച് പിറ്റേ ദിവസം കോടതി ചെന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരം ട്രെയിൻ കയറി പിറ്റേ ദിവസം 3 ദിവസം നമ്മളെ പാഴാവുകയാണ്. എത്ര രൂപ കയ്യിൽ നിന്ന് പോകുന്നു, സമയം എത്ര പോകുന്നു നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സായ മനുഷ്യരുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ മെനക്കെടാൻ പോവില്ല എന്ന് ആദർശ് പറയുന്നത് ശരിയാണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീതിന്യായ വ്യവസ്ഥയെപ്പറ്റിയും ഭരണ സംവിധാനത്തെപ്പറ്റിയും സാധാരണക്കാരനും ബോധ്യമുണ്ട്. അതായത് ആദർശിന് ബോധ്യമുണ്ടെന്ന് ആദർശ് പറയുക. നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നല്ല, എനിക്കിതൊക്കെ ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവേഷക വിദ്യാർത്ഥിയായ ആദർശ് ഒരു നിരക്ഷര കുഷിയല്ല എന്ന് ഞാൻ തീർത്തും പറയും. അയാൾ ബുദ്ധിമാനായ ഒരു നല്ല ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഏഷ്യാനെറ്റിലെ സുരേഷ് പറയുകയാണ്, പഠനഘടനാ മൂല്യങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വാചാലരാകുന്ന ചിലർ ആദർശനെ അറിയാത്തവർ പോലും ജോജുവിന് സിന്ദാബാദ് വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി ആദർശേ എന്ന് പറയുന്നു. പറയാൻ പറ്റിയ ചാനലാണ് ഏഷ്യാനെറ്റ് എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല സുരേഷേ. കാരണം ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ടിരുത്തിയിട്ട് ഡ്യൂപ്പായിട്ട് കൊണ്ടിരുത്തിയിട്ട് ബലാത്സംഗത്തിൻ്റെ കള്ള സ്റ്റോറി ചെയ്തവരാണ് ഈ പറയണേ. മനസ്സിലായില്ലേ? എന്തൊക്കെ വിളിച്ചു പറയണം നിങ്ങൾ ആലോചിച്ചു. ആദർശേ അതിലൊന്നും വീഴരുത്. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ കുറച്ച് ദിവസം വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്തരം വാർത്താ ചാനലുകൾ വിളിച്ചാൽ നിങ്ങൾ പോയി ഇരുന്ന് കൊടുക്കരുത്. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല, ശകലം പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാവും. കോളേജിലും ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടു, ഇന്നലെ 24 കണ്ടു എന്ന് പറയുന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല, ദോഷമേ ഉണ്ടാവൂ എന്ന് ഞാൻ പറയും. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വാചാലരാകുന്നവർ, ആദർശനെ അറിയാത്തവർ പോലും ജോജുവിനെ സിന്ദാബാദ് വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 30 കോടി രൂപ മുടക്കിയ ഒരു മനുഷ്യൻ്റെ കഷ്ടത പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമം പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കണ്ടേ? കേൾക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ആദർശന് 10 വരി എഴുതി മറ്റേ പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ 30 കോടി മുടക്കിയവൻ്റെ വിഷമം ആര് കേൾക്കും സുരേഷേ? ഏഷ്യാനെറ്റൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. ആദർശ് പറയുന്നത്, തിയേറ്ററിൽ പടം കണ്ട് പണം നൽകി കണ്ട ഒരു സിനിമയുടെ റിവ്യൂ എഴുതിപ്പോയി എന്നതിൻ്റെ പേരിൽ ആദ്യം ഭീഷണിയും ശേഷം അതിനോട് പ്രതികരിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരായി വലിയ എന്താ പറയുക പരാതികളും പിറവി കൊണ്ടു എന്നാണ് പറയുന്നത്.
ജോജുവും അഖിൽ മാരാറും ഉൾപ്പെടുന്ന ജോജുവിൻ്റെ സുഹൃത്തുക്കളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കോൺസ്പിറൻസി പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്ന ആദർശ് പറയുന്ന ഒരു കാര്യം, ആദർശ് കേവലം ഒരു സാധാരണക്കാരൻ അല്ലെന്നും മുൻ മാധ്യമ പ്രവർത്തകനും കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുമാണത്രേ. മാത്രവുമല്ല, ഇയാൾക്ക് പ്രസംഗ മത്സരങ്ങളും സംവാദ മത്സരങ്ങളും ജയിച്ച പാരമ്പര്യമുണ്ടത്രേ. ആദർശ് മാക്സിമം വിറ്റെടുക്കുന്നുണ്ട് ആദർശിനെ. ഞാൻ ആരൊക്കെയാണെന്ന് അറിഞ്ഞാത്തവർ, ഇപ്പം എനിക്കറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആരാണെന്ന് നന്നായിട്ട് വിറ്റെടുക്കുന്നുണ്ട് ആദർശ് എന്ന് ഞാൻ പറയും. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, മേൽപ്പറഞ്ഞ വസ്തുതകളൊന്നും ഞാൻ ഒരിടത്തും മറച്ചു വച്ചിട്ടില്ല. ഏത്? ഇയാൾക്ക് പ്രസംഗ മത്സരത്തിൽ അവാർഡ് കിട്ടിയെന്നും പല സംവാദ മത്സരങ്ങളിലും ഇയാൾക്ക് അവാർഡ് കിട്ടിയെന്നും ഉള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല എന്നാണ് ആദർശ് പറയുന്നത്. ജോർജ് വിളിച്ചപ്പോഴും ഞാൻ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളോളമുള്ള എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഞാൻ പിന്നിട്ട വഴികളാണത്. ജോജുവും 10-15 വർഷമായി സ്ട്രഗിൾ ചെയ്താണ് എൻ്റെ പൊന്നാദർശയെ ഇപ്പോൾ ഈ പണി വരെ എത്തിയത്. അപ്പോൾ അയാൾക്കും അതിൻ്റെ ആ സ്ട്രഗിൾ ചെയ്തതിൻ്റെ വേദന ഉണ്ടാവില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സിനിമ കാണാൻ പാടില്ലെന്നോ അഭിപ്രായം പറയാൻ പറ്റില്ലെന്നോ നമ്മുടെ ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല എന്നാണ് ആദർശ് പറയുന്നത്. അതൊക്കെ വരട്ടിനായോ എന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്ന്, ഒന്നാമത് കോൺഗ്രസ്സുകാർ ഒരുപാട് സിനിമ കാണുന്നവരാണെന്ന്. ഇപ്പം നിങ്ങൾ വി എം സുധീരനെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അല്ലെങ്കിൽ എ കെ ആൻ്റണി രാത്രി കാലങ്ങളിൽ അദ്ദേഹം KSUവിലും KPCC പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കാലത്ത് എറണാകുളത്ത് എത്ര സെക്കൻഡ് ഷോ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് ഇനി പോകുമ്പോൾ എ കെ ആൻ്റണിയോട് ചോദിച്ചു, അല്ലെങ്കിൽ വി എം സുധീറിനോട് ചോദിക്കും. കോൺഗ്രസ്സിൽ ഒരുപാട് സിനിമ കാണുന്ന ആൾക്കാരുണ്ട്, ആദർശ് മാത്രമല്ല. 2021 ജോജുവും കോൺഗ്രസും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ റിവഞ്ചാണ് സിനിമയ്ക്കെതിരെ തീർക്കുന്നതെന്ന് ആരൊക്കെ പറയുന്നു എന്നാണ് ആദർശ് പറയുന്നത്. അതിന് ആദർശിന്റെ മറുപടി, 2021 നടന്ന സംഭവത്തിന് 3 വർഷം കാത്തിരുന്ന് പ്ലാൻ തയ്യാറാക്കി ജോജുവിനെ കുരുക്കാൻ ഞാൻ മണി ഹെയ്സ്റ്റ് എന്ന് പറയുന്ന സീരിയലിലെ പ്രൊഫസറോ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയോ ഒന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെറും ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥിയാണ് ഞാൻ. ചുരുളി ഉൾപ്പെടെ ജോജു അഭിനയിച്ച സിനിമകളെക്കുറിച്ച് പോസിറ്റീവ് അഭിപ്രായം ഞാൻ എഴുതിയിട്ടുണ്ട് എന്നും ആദർശ് പറയുന്നു. ആദർശേ, എനിക്കതിൽ പറയാനുള്ളത് എന്താ അറിയോ, 2021 യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം നടക്കുന്നിടത്ത് ബഹളം ഉണ്ടാക്കി ജോജു. പക്ഷെ അയാൾ സംവിധാനം ചെയ്തത് 2024 അപ്പോൾ നിങ്ങൾ അപ്പോഴേ പ്ലാൻ ചെയ്യേണ്ട. പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നു ആദർശേ, ജോജു നിങ്ങളുടെ കണ്ണിലെ കരടാണ്. അയാൾ ഏത് പാർട്ടിക്കാരനെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിന്റെ റോഡ് തടഞ്ഞുള്ള സമരത്തിനെ പരസ്യമായി പ്രതികരിച്ച ആളായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറിയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. ഇപ്പോഴാണെങ്കിൽ പ്രതിപക്ഷ നേതാവും പാർട്ടി KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരെ പൊക്കിവിടേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ചെയ്യരുതെന്ന് പറയില്ല എന്നും എനിക്കറിയാം. നേരെ മറിച്ച് ഇപ്പം വി എം സുധീരനാണ് KPCCയുടെ പ്രസിഡന്റ് എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണ് പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചോളൂ, ഉറപ്പായിട്ടും ആദർശനെ വിളിച്ച് പറയും, ആ ജോജുവിന് പറയും പോകരുതേ, അയാളങ്ങ് വിട്ടേക്കും കേട്ടോ, അയാളൊരു സിനിമാക്കാരനല്ലേ, അയാളങ്ങ് വിട്ടേക്കും എന്ന് പറയും. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ KPCC പ്രസിഡന്റും നിങ്ങൾക്ക് പറ്റിയ ആളുകളാണ്, ഈ ആദർശനൊക്കെ പറ്റിയ ആളുകളാണ്. നിങ്ങളെ ഇളക്കി വിടും, കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കും എന്നുള്ള കാര്യം ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, പക്ഷേ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ആദർശിൻ്റെ മാനസിക നില ശരിയല്ല, ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നാണ് പലരും പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, റേപ്പിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവർക്ക് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയുടെ അവസ്ഥയെ വെച്ച് ഒരാളെ പരിഹസിക്കാതിരിക്കാനുള്ള വകതിരിവ് ഇല്ല എന്നറിയാം. അവസാനം ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ആദർശ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡിരിക്കുന്ന ടോയ്ലറ്റിലേക്ക് കയറുന്ന വാതിലിൽ നിന്ന് ഒരു സ്റ്റില്ലിട്ടിട്ടാണ് ആ എഴുത്ത് അയാൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രം ഇട്ടിട്ട് അയാൾ എഴുതിയിരിക്കുന്നത്, ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ കാര്യം സാധിച്ചു വരുന്ന ചിത്രം ഒപ്പം ചേർക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ കാര്യം സാധിക്കാൻ പോകുന്ന ചിത്രമാണ് ഇട്ടിരിക്കുന്നത്. അകത്തേക്ക് പോകുന്നതാണ് ഇട്ടിരിക്കുന്നത്, അല്ല മൂത്രം ഒഴിച്ചിട്ട് പുറത്തേക്ക് വരുന്ന അല്ല ഇട്ടത്. ചിത്രം മാറിപ്പോയെന്ന് തോന്നുന്നു. റേപ്പ് എന്നത് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് ആദർശ് പറയുന്നത്. പിള്ളേരുകളിയല്ല റേപ്പ് എന്നാണ്. ആദർശിനോട് ആര് പറഞ്ഞു ആദർശേ ബലാത്സംഗമൊക്കെ ചില്ലറ കളിയാണെന്ന്? അല്ല. ഒരു സിനിമയിൽ അത് ചിത്രീകരിക്കുമ്പോൾ അതിലേറെ സൂക്ഷ്മത ഉണ്ടാകേണ്ടതുണ്ട്. സംവിധാനം പഠിപ്പിക്കുകയാണ് ആദർശ് ആരെ, ജോജുവിനെ. എന്നാൽ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിൽ റേപ്പ് സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപക്വമായും സ്ത്രീ കഥാപാത്രത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യും വിധവുമാണ്.
എങ്ങനെയാണ് റേപ്പ് ചിത്രീകരിക്കേണ്ടത്, അത് കാണുന്ന പ്രേക്ഷകനിൽ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത ബോധ്യപ്പെടുന്നതുമാകണം. ആദർശേ, ഭരതൻ സെക്സ് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല പി എൻ മേനോൻ ചെയ്യുന്നത്. പി എൻ മേനോനും ഭരതനും ചെയ്യുന്ന പോലെ അല്ല ഐ വി ശശി ചിത്രീകരിക്കുന്നത്. അതുപോലെ ഇത് ഒരു നിബന്ധനയൊന്നും ഇല്ലല്ലോ ആദർശേ. ഇപ്പൊ ഒരു ബലാത്സംഗ സീൻ എടുക്കുന്ന, ഇപ്പോ സ്ഫോടനം എന്ന് പറഞ്ഞ സിനിമയിൽ ബാലങ്കൻ നായർ റാണി പത്നിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ട്. ആദ്യം അവരോട് പറയുന്നത് പുറത്തിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഓരോന്നോരോന്ന് ഊരാനാണ്. ഞാനൊന്ന് കണ്ടോട്ടെ, കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. പിന്നെയാണ് അദ്ദേഹം അവനെ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നത്. ഓരോ സംവിധായകരും ഓരോ രീതിയിലാണ് ആദർശം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ ജോജു എടുക്കണമെന്ന് എങ്ങനെ പറയും നമ്മൾ? ജോജുവിന്റെ രീതിയിലല്ലേ എടുക്കും. ഇപ്പൊ ജോജു എടുത്ത ആ ബലാത്സംഗ സീൻ ഒരിക്കലും എടുക്കില്ല എങ്കിലും ഞാൻ പറയുകയാണ്, അത് അടൂർ ഗോപാലകൃഷ്ണ സാറാണ് എടുക്കുന്നതെങ്കിൽ ആ ടേക്കുകൾ ആയിരിക്കില്ല, അങ്ങനെ ആയിരിക്കില്ല ടേക്കിങ്സ്. അല്ലെങ്കിൽ അത് ജോഷി സാർ സംവിധാനം ചെയ്യണമെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇതിന് നിയതമായ ഒരു ക്ലാസ്സോ നിബന്ധനകളോ ഇല്ല ആദർശം. അതാദ്യം നിങ്ങൾ പഠിക്കും. നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ. നിങ്ങളിങ്ങനെ എന്താ പറയുക, ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിൽ റേപ്പ് സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപക്വമായും സ്ത്രീ കഥാപാത്രത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്തുമാണ് എന്ന് പറയരുത്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എങ്ങനെയാണ് ചിത്രീകരിക്കേണ്ടത്, അത് കാണുന്ന പ്രേക്ഷകനിൽ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത ബോധ്യപ്പെടുത്തണമെന്നുള്ളത്. അതായത് വലിച്ചു പാറിച്ച് ന്യൂഡായിട്ടൊക്കെ കാണിച്ച് ക്രൂരമായിട്ട് കാണിച്ചാലേ തീവ്രത ബോധ്യമാവൂ എന്നാണ് ആദർശ് പറയുന്നത്. ആദർശ് എന്തെങ്കിലും ഒരു സിനിമ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യും. അപ്പൊ സെൻസർ ബോർഡ് തിരുവല്ലത്ത് കൊണ്ടില്ലുമ്പോൾ വെട്ടി കൈ തരും. കാണുന്ന വ്യക്തിക്ക് എമ്പതി തോന്നേണ്ടത് ആ റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയോടായിരിക്കണം. പണിയിൽ അത് പഴയ ബി ഗ്രേഡ് സിനിമകളെ ഓർമ്മിപ്പിക്കും വിധമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. പഴയ ബി ഗ്രേഡ് സിനിമകൾ, ദ റേപ്പിസ്റ്റ് പോലുള്ള ചിത്രങ്ങൾ റഫറൻസായി സ്വീകരിച്ചാൽ എങ്ങനെയാണ് റേപ്പ് ചെയ്യേണ്ടത് എന്ന വ്യക്തത കിട്ടുമെന്നാണ് പറയുന്നത്. എൻ്റെ പോർട്രറി എങ്ങനെ ഇത് ഓരോ ഷോട്ടും എങ്ങനെ എടുക്കണമെന്ന് ഇനി ആരെങ്കിലും ബലാത്സംഗം ഷൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ ലാൽ ജോസോ അമൽ നീരജോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആരോട്ടെ ലിജോ ജോസ് പല്ലിശ്ശേരിയോ രഞ്ജിത്തോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഇനി ബലാത്സംഗ സീനുകൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ദ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതുപോലെ ഷൂട്ട് ചെയ്യണം എന്നാണ് ആദർശ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. മലയാള സിനിമ ഇനി ആരെടുക്കണമെങ്കിലും ആദർശനോട് ചോദിക്കണം, ഏത് രീതിയിൽ ഏത് സിനിമയിലെ ആംഗിളുകൾ ഞങ്ങൾ വയ്ക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. ഇപ്പോൾ ബലാത്സംഗം എടുക്കുകയാണെങ്കിൽ ദ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ എടുത്തിരിക്കുന്ന പോലെ എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നട്ടാൽ, പഴയ ഷാജി കൈലാസ് മാസ് പടങ്ങളുടെ മാതൃകയിൽ എടുക്കണോ, അങ്കമാലി ഡയറീസിൽ ലിജോ സ്വീകരിച്ച പോലെ ഒരു സമീപനം വേണോ എന്ന ആശയക്കുഴപ്പം ഉടനീളം പ്രകടമാകും. അത് ഈ ജോജുവിൻ്റെ പണി എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ പ്രകടമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാജി കൈലാസ് എടുക്കുമ്പോൾ ഇടിവെട്ട് ഷോട്ടുകൾ എടുക്കണമോ, ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്യുന്ന പോലെ യഥാതഥമായി ചിത്രീകരിക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ജോജുവിന് സംശയമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒടുവിൽ രണ്ടുമല്ലാത്ത ഒരു അവിഞ്ഞ പരുവത്തിലാണ് സിനിമ പുറത്തു വരുന്നത്. ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയായില്ല, ഷാജി കൈലാസിന്റെ സിനിമയും ആയില്ല, ഇതൊരു അവിഞ്ഞ സിനിമയായിപ്പോയി. പോട്ടെ എൻ്റെ പൊന്ന ആദർശേ, ജോജു എടുക്കുന്നത് അവിഞ്ഞ സിനിമയാണെന്ന് വെച്ചോ, നീ ഇനി ജോജു സിനിമ ചെയ്താൽ അത് കാണാൻ പോകാതിരുന്നാൽ അത് പ്രശ്നം തീരും. ആൾ കേരള എന്തോന്ന് പെൻഷനേഴ്സ് ഗുണ്ട അസോസിയേഷൻ അംഗങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയത് കാണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഗുണ്ടാ പണിയിൽ നിന്ന് പെൻഷനായി പോയ ആൾക്കാരെ ഈ സിനിമ ഫ്രീ ആയിട്ട് കാണിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് മാത്രമല്ല ആദർശ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വി ഡി സതീശൻ നിയമസഭയിലെ നെഹ്റുവിൻ ശബ്ദമാണ്. അതായത് ലോക്സഭയിൽ പാർലമെന്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംസാരിച്ചിരുന്നത് പോലെയാണ് വി ഡി സതീശൻ ഇപ്പൊ നിയമസഭയിൽ സംസാരിക്കുന്നതെന്ന് എൻ്റെ പൊന്ന് ആദർശേ, തരുമ്പെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് സ്നേഹമുണ്ടെങ്കിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഇന്ദിരാഗാന്ധിയെ പോലെ രാജീവ് ഗാന്ധിയെ പോലുള്ളവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബഹുമാനം ശേഷിക്കുന്നുവെങ്കിൽ ഇത്തരം വങ്കത്തരങ്ങൾ പറയരുത്. നിങ്ങളുടെ കൂടെ നടക്കുന്ന കേസുകാരൊന്നും പറയാൻ വഴിയില്ല. ഞാനൊരു ഉപദേശവും തരികയല്ല, നിങ്ങൾ എന്നെക്കാളും വിവരമുള്ള പയ്യനാണ്. പക്ഷേ നിങ്ങൾ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ്. എന്നാലും ഞാൻ പറയുന്നു, വി ഡി സതീശൻ കേരള നിയമസഭയിലെ നെഹ്റുവീൻ ശബ്ദമാണെന്ന് ഇനിയെങ്കിലും പറയരുത്. അത് സതീശന് തന്നെ മോശമാണ് എന്ന് ഞാൻ പറയും. എത്ര കാലമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾക്ക് മാത്രം കൈയടിച്ച് ജീവിക്കുക എന്നാണ് അദ്ദേഹം ചെയ്യുക. അതും തെറ്റല്ലേ
എൻ്റെ പൊന്ന് ആദർശേ. ഷാനിമോൾ ഉസ്മാൻ, ഷാനിമോൾ തന്നെ, ഷാനിമോൾ ഉസ്മാനാണോ? ആലപ്പുഴയിൽ നിന്ന് ജയിച്ച അവർ ഷാനിമോളുണ്ട്, അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയുണ്ട്, ഒരുപാട് പെൺകുട്ടികളുള്ള ജെബി മേത്തറുണ്ട്, ആരൊക്കെയോ ഒരുപാട് പേര് വക്താക്കളൊക്കെ ആയിട്ടുള്ള നാട്ടിൽ ആദർശ് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾക്ക് കൈയടിക്കുകയാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസിൽ കൈയടിക്കാവുന്ന ഒരു സ്ത്രീയുമില്ല എന്നാണ് ഷാനിമോൾ ഉസ്മാൻ. അതൊന്നും വഹിക്ക് കൊള്ളൂല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അവർ ഒരു ശൈലജ ടീച്ചറിനെ ഉയർത്തി കാണിക്കുമ്പോൾ ആര് കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചു പറയാൻ ഒരു വനിതാ നേതാവ് വേണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും തോന്നിയിട്ടേയില്ല എന്നാണ്. എന്നെ കണ്ടപ്പോൾ ആ പരാതി പറയാമായിരുന്നു, പറഞ്ഞില്ല. ലിജുവിൻ്റെ ഇടയൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെയും പറയാമായിരുന്നു, PM സുധീരൻ്റെയും പറയാമായിരുന്നു. കോൺഗ്രസ്സുകാരാ, നിങ്ങളെല്ലാം ഈ ശൈലജ ടീച്ചറിനെ കൈയടിച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്നു, കോൺഗ്രസ്സിന് അതുപോലെ ഒരു വനിത ഇല്ലല്ലോ, നിങ്ങളെന്താ ഒരു വനിതയെ കണ്ടെത്താത്തതെന്ന് ചോദിക്കണമായിരുന്നു. പക്ഷെ അതിനു പകരം അദ്ദേഹം എന്തായാലും ആദർശ് ഒരു നേതാവിനെ കണ്ടെത്തിയിട്ടുണ്ട്, ജ്യോതി രാധിക വിജയൻ എന്ന് പറഞ്ഞ. അവർ ഇനി കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ നയിക്കട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ജ്യോതി രാധിക വിജയകുമാർ വന്നാൽ ഒരു ശൈലജ ടീച്ചറാവും, കോൺഗ്രസിലെ ശൈലജ ടീച്ചറായി വളരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സുരേഷ് ഗോപി വിമർശിക്കുന്നുണ്ട്. കുറേ ശരികളുണ്ട് അതിൽ. അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ പൂണൂലിട്ട് ജനിക്കണമെന്ന ആഗ്രഹത്തിന് പിന്നാലെ അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കണമെന്ന പുതിയ ആഗ്രഹവുമായി സുരേഷ് ഗോപി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. മരണാനന്തരം ഒരു ജന്മമുണ്ടെന്ന് പാവം അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്ത് മണ്ടത്തരവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടല്ലോ. ഇപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയാണ് സതീശൻ എന്നുള്ള മണ്ടത്തരം ഈ ആദർശിന് പറയാമെങ്കിൽ സുരേഷ് ഗോപിക്കും അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ത് മണ്ടത്തരവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടല്ലോ. പക്ഷേ സ്ത്രീയായി ജനിച്ചാൽ ഈ പാവം മനുഷ്യൻ എങ്ങനെയാണ് ശബരിമല തന്ത്രിയാകുന്നതും അയ്യനെ വാരി പുണരുന്നതും എന്നതിൽ ആദർശിന് സംശയമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ശ്രമമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ തന്നെയാവും നെയ്ത്തേങ്ങ എറിഞ്ഞ് തല പൊളിക്കാൻ വരുന്നത്. ഈ ജന്മത്തിൽ ഇത്തരം ഉടായ്പകളെ അനുകൂലിച്ചതിൻ്റെ ശിക്ഷയായിരിക്കും അതെന്ന് കരുതി ആശ്വസിക്കും അല്ലേ എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. അപ്പോൾ ജോജുവിനെ പിന്തുണയ്ക്കുന്നവരെ മുഴുവൻ ആദർശ് വഴക്ക് പറയുന്നുണ്ട്. അഖിൽ മാരാറിനെ പോലെ ഒരുപാട് പേരെ കിട്ടുന്നു. പക്ഷേ അഖിൽ മാരാറിനെ പിന്തുണയ്ക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, ഹരീഷ് വാസുദേവൻ, വക്കീൽ. എനിക്ക് TV-യിലെ പല സംവാദങ്ങളിലും എനിക്ക് ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പം 2-3 കേസുകളിൽ അദ്ദേഹം ഇടപെട്ട കണ്ടപ്പോൾ അയ്യേ ഇയാൾ ഇങ്ങനെയാണോ എന്ന് എനിക്ക് എന്ന് തോന്നിപ്പോയി. ഞാൻ ഏതൊരു പ്രോഗ്രാമിൽ അത് പറഞ്ഞു. ഹരീഷ് വാസുദേവൻ, നിങ്ങൾ ആലോചിക്കും, ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? ഹരീഷ് വാസുദേവൻ ജോജുവിനെ വിളിക്കണം, എടാ ജോജു, ഈ കേട്ടോടാ CBI എന്ന് മറ്റേ പ്രതാപേന്ദ്രൻ ചോദിക്കും പോലെ. ഇനി ജോജുവും ഈ പറയുന്ന ഹരീഷ് വാസുദേവനും അളിയനാണോന്ന് എനിക്കറിയില്ല, കാരണം രണ്ടുപേരെയും എനിക്ക് പരിചയമില്ല. എടാ ജോജു, നിന്നോട് എനിക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. നിന്റെ സിനിമ കണ്ട് അതിലൊരു സീനിനെ പറ്റിയുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ച് കുറിപ്പെഴുതിയ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് നീ വരട്ടിയതൊക്കെ ഭയങ്കര ചീപ്പായി പോയടാ. നീ ആരാണെന്നാണ്ടാ ജോജു നിന്റെ വിചാരം? ആ കുറിപ്പെഴുതിയ കാര്യം സത്യമാണ്ടാ. ആദർശ് നിന്റെ മുന്നിൽ വന്നാൽ നീ എന്തു ചെയ്യും? നീ ആരടാ, ഇന്നാട്ടിലെ ഗുണ്ടയോ? ആദർശ് എന്ന വിദ്യാർത്ഥി തിരിച്ച് മാന്യമായി അടിച്ച തഗ് ഡയലോഗിന് ഇയാൾ മറുപടി പറഞ്ഞല്ലോ, നീ ചൂളിപ്പോയില്ലേടാ, നിന്റെ ചീട്ട് കീറിയില്ലേ, ഇത്രയല്ലേ ഉള്ളൂ നിന്റെയൊക്കെ ഹീറോയിസം. അപ്പോൾ എടാ പോടാ കൊച്ചേർക്കാന്നൊക്കെ ജോജുവും വിളിക്കാറുണ്ട്. നമ്മളതും എല്ലാം പറയണമല്ലോ. ഇവനെ തന്നെ കൊച്ചേർക്കാന്ന് വിളിക്കുന്നുണ്ട് ഈ ആദർശിനെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഹരീഷ് വാസുദേവ് എടാ ജോജു എന്ന് അഭിസംബോധന കൊണ്ട് വിളിച്ചിരിക്കുന്നത്. ഒരു ഭയങ്കര മണ്ടത്തരം കൂടെ ഇയാൾ പറയുന്നുണ്ട്, ഹരീഷ് വാസുദേവ്. ഞങ്ങൾ പ്രേക്ഷകർ കാശ് കൊടുത്ത് കണ്ട് നിന്നെയൊക്കെ ഉണ്ടാക്കി തരുന്ന പണമാണ്, നിനക്കൊക്കെ ഉണ്ടാക്കി തരുന്ന പണമാണ് നിന്റെയൊക്കെ നെഗളിപ്പിന് കാരണമായ ആർഭാടങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പം ശകലം കുശുമ്പത്തനം ഹരീഷ് വാസുദേവനുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ വർത്താനം പറയില്ല. ഞങ്ങൾ പ്രേക്ഷകർ, ഹരീഷ് വാസുദേവൻ ഏതെങ്കിലും സിനിമ ആണ് ഇപ്പോൾ പണി കാണാൻ ആരെങ്കിലും വിളിച്ചോ, വന്ന് കണ്ട് സഹായിക്കണേ, എനിക്ക് താരമാവാനുള്ളതാണെന്ന് ജോജു പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി.
നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പ്രേക്ഷകർ കാശ് കൊടുത്ത് കണ്ട് നിനക്കൊക്കെ ഉണ്ടാക്കി തരുന്ന പണമാണ് നിന്റെയൊക്കെ നെകളിപ്പിന് കാരണമായ ആർഭാടം എന്നാണ് പറഞ്ഞത്. അതായത് വില കൂടിയ കാറ് ജാടയൊക്കെ കാണിക്കുന്നത് ഞങ്ങളുടെ പൈസ വേണ്ട, നിന്റെ തടി ഞങ്ങളുടെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹരീഷ് വാസുദേവന്റെ തടി വക്കീൽ പണിയാണല്ലോ, ഓരോ പാവങ്ങളെ കിട്ടുമ്പോൾ അവരിൽ നിന്ന് കൊള്ളയടിക്കുന്നതാണല്ലോ പൈസ. ഏതെങ്കിലും നിങ്ങളുടെ ഒരു കക്ഷി വന്ന് നിന്നിട്ട്, എടാ ഹരീഷ് വാസുദേവേ, എടാ നിന്റെ ഈ തടിയുണ്ടല്ല, ഞങ്ങളെപ്പോലുള്ള ക്രിമിനലുകൾ തരുന്ന പൈസ വേണ്ട പട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ വാസുദേവേ? എന്തിനാണ് ഹരീഷ് വാസുദേവ് ഒരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾ ഈ വില കളയുന്നത് എന്തിനാ? എത്ര സ്നേഹമുണ്ടെങ്കിലും പരസ്യമായി പോസ്റ്റ് ചെയ്യുമ്പോൾ എടാ പോടാ പട്ടി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റാണ് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ കേരളത്തിലെ പ്രേക്ഷകരെല്ലാവരും കൂടെ ഉരുട്ടി കൊടുത്താണ് ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആഹാരം കഴിക്കും, മഞ്ജു വാര്യരും ഒക്കെ ആഹാരം കഴിക്കുന്നുള്ള ആ തെറ്റിദ്ധാരണയും വേണ്ട. എങ്കിൽ പിന്നെ ഇവിടെ ഒരു വേഷം കിട്ടാതെ, ഒരു കിട്ടിയ വേഷം ഓടാതെ എത്രയോ പേര് ജീവിക്കാൻ നിവൃത്തിയിലായിരിക്കും. നിങ്ങൾ അവരെയൊക്കെ സിനിമ പോയി കണ്ടങ്ങ് പ്രൊമോട്ട് ചെയ്യാത്തത്. മഞ്ജു വാര്യരുടെ കയ്യിലും മോഹൻലാലിൻ്റെ കയ്യിലും മമ്മൂട്ടിയുടെ കയ്യിലും ഒക്കെ മരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ സിനിമ കാണാനായിട്ട് പോകണത് 250 രൂപ മുടക്കി. അല്ല, നിങ്ങളുടെ ഔദാര്യത്തിൽ നിങ്ങളുടെ ഓശാരം വാങ്ങിച്ച് തിന്നുകൊണ്ടല്ല അവർ കിടക്കുന്നത് വാസുദേവേ, ഹരീഷ് വാസുദേവേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതും പറയണം. നിങ്ങളുടെ തടി എന്ന് പറയുന്നത് എല്ലാ പോക്കൃത്തനങ്ങളും കാണിക്കുന്ന പ്രതികളിൽ നിന്ന് കാശ് പറ്റിക്കൊണ്ട് കോടതി ചെന്ന് കള്ളം പറയാൻ വേണ്ടി നിങ്ങൾ വാങ്ങുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ തടിയാണ് ഹരീഷ് വാസുദേവന്മാരുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും? എങ്കിൽ ഇതും ശരിയെന്ന് പറയാം. അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കരുത് ഹരീഷ് വാസുദേവേ. നിങ്ങൾക്ക് എനിക്ക് തോന്നി മുമ്പ് തലമുടിയൊക്കെ നരച്ചിരുന്നു, ഇപ്പോൾ ഡൈ അടിക്കുന്നു തോന്നുന്നു. നിങ്ങൾക്ക് കുറച്ച് പബ്ലിസിറ്റിയൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ ഇത്തരം വങ്കത്തരങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയരുത് എന്നാണ് ഹരീഷ് വാസുദേവനോട് പറയാനുള്ളത്. ഇപ്പോൾ ജോജുവിന് പിന്തുണയുമായി അഖിൽ മാരാർ വന്നാൽ ലോകം ഇടിഞ്ഞു വീഴുന്ന കുഴപ്പമെന്നാണ് ആദർശ് പറയുന്നത്. ആദർശിന് വേണ്ടി ജോജുവിനെ എടാപോടാ വട്ടി തിണ്ടി എന്ന് വിളിക്കുന്ന ഹരീഷ് വാസുദേവനെ പറ്റി എന്താ ആദർശ് പറയാത്ത? അപ്പൊ ആദർശേ, നിന്റെ ആദർശവും വൺ സൈഡാണ് കേട്ടോ. എന്തായാലും ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ് വഷളാവുന്നില്ല. ഒന്നാമത് വക്കീലന്മാരുടെയൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അവർക്ക് ഫീസ് കൊടുക്കണ്ടല്ലോ. അല്ല, കേസ് ഫയൽ ചെയ്താൽ നമ്മൾ ഓടിപ്പോവും. എന്തായാലും ഹരീഷ് വാസുദേവനെ ഞാൻ ഇങ്ങനെ അല്ല കണ്ടിരുന്നത്, ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ല പക്വതയോടെ സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിൽ തുടക്കം തന്നെ എടാ ജോജു എന്നൊക്കെ വിളിക്കുന്നത് വളരെ ബോറാണെന്നേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാഷണൽ അവാർഡും 3 സംസ്ഥാന അവാർഡും ഒക്കെ വാങ്ങിച്ച ആളല്ലേ. അയാൾ വിവരക്കേട് കാണിച്ചാലും എടാ പോടാ മറ്റവനെ എന്ന് വിളിക്കരുത്, അത് മോശം. ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരട്ടെ. കാരണം ജോജുവിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന് ഞാൻ തുടക്കം മുതൽ പറയും. ബുദ്ധിമാനായ ചെറുപ്പക്കാരനായിട്ട് ആദർശ് അത് നന്നായിട്ട് വിറ്റെടുത്തു. പക്ഷേ ജോജു വിളിച്ചപ്പം അയാൾ സംസാരിച്ചത് വളരെ പക്വതയോടെയായിരുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു, അയാൾക്കൊരു നല്ല നമസ്കാരം പറയുന്നു. പക്ഷേ ജോജുവിനെയും ആദർശിനെയും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അഖിൽ മാരാർമാരും ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ സുരേഷുമാരും പിന്നെ ഈ ഹരീഷ് വാസുദേവന്മാരും വരുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങളെ ചാടിക്കാനാണ്. ഇതുപോലുള്ള 4 ഡയലോഗ് ഇട്ടിരുമ്പോൾ ഹരീഷ് വാസുദേവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദർശം ചാടണ്ട. അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ സുരേഷ് ഏട്ടനൊക്കെ നമ്മളെ കൂടെ ഉണ്ടല്ലോ, നമ്മൾ റിപ്പോർട്ടറിൽ നിന്നൊക്കെ പോയെങ്കിലും സുരേഷ് ഏട്ടനൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്ന് ആദർശ് കരുതണ്ട. അതുപോലെ അഖിൽ മാരാർ എനിക്ക് വേണ്ടി എന്തെല്ലാം തെറി പറയുന്നു എന്ന് ജോജുവും കരുതണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ തീരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ അല്പം കട്ടി കൂടിപ്പോയി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അറിയാതെ സംഭവിച്ചതാണ്. പോട്ടെ, ഹരീഷ് വാസുദേവേ, കേസൊന്നും കൊടുത്ത് തന്നെ ചുറ്റിച്ചു കളയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ്. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ആദർശ് KSUവിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്കും യൂത്ത് കോൺഗ്രസിൽ നിന്ന് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും വലിയൊരു നേതാവായി വളരട്ടെ എന്ന് ഞാൻ പറയും. കാരണം മിടുക്കനാണ്. അയാൾ സംവാദങ്ങളിലൊക്കെ സംസാരിക്കുന്ന കുറേ ക്ലിപ്പിങ്സ് ഞാൻ കണ്ടു. നല്ല രസമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, വിഷയം പഠിച്ച് പറയാൻ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. KSUവിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. ഈ ഇഷ്യൂ വന്നതുകൊണ്ട് ആദർശിനെ പഠിക്കാൻ പറ്റി. ആദർശ് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് ജോജു 30 കോടിയിൽ 15 കോടി കിട്ടിയില്ലേ, ബാക്കി സാറ്റലൈറ്റും എല്ലാം കൂടെ വിറ്റ് ബാക്കി കളിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പണി പാളാതെ അടുത്ത സിനിമ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലെ കൊച്ചു പിള്ളേരിൽ നിന്ന് ഞോട് വാങ്ങാൻ നടക്കരുത് ജോജു. ഇത്രയും വലിയ തടിയൊക്കെ വെച്ചുകൊണ്ട് കൊച്ചു പിള്ളേർ ഞോടിയാൽ മോശമാണ്. ഒരുത്തരെയും നീ മുള്ളും എന്ന് പേടിക്കരുത്. ജോജു മുള്ളും എന്നുള്ള അല്ലാതെ ആരും മുള്ളൂല ജോജു. അതൊക്കെ പണ്ടാണ്. ഈ ജനാധിപത്യ കേരളത്തിൽ അതൊന്നും നടക്കൂല ജോജു. ഒന്നാമത് KSUവിലുള്ള കൊച്ചു പിള്ളേരാണ്. ആ കഴക്കൂട്ടത്തൊക്കെ അവനെ അന്വേഷിച്ച് ക്യാമ്പസിൽ കയറി ചെന്നാലേ അതിനകത്തിട്ട് പിള്ളേർ ഞോടും. അപ്പം അതിനൊന്നും പോണ്ട. ഇനി ഇത്തരം മംഗത്തരങ്ങൾ പറയാതിരിക്കുക. ഞാൻ ആരാണ് എന്ന് സ്വയം
ബോധ്യമാക്കിക്കൊണ്ട് കുറച്ചുകൂടിയൊക്കെ മിതഭാഷയായി രഞ്ജിത്തിനെയൊക്കെ സംവിധാനം പഠിപ്പിച്ചതുപോലെ മലയാള സിനിമയിൽ മറ്റുള്ളവരും പഠിപ്പിക്കേണ്ട. കാരണം 2-3 പടങ്ങളൊക്കെ എടുത്ത് പൊട്ടി വീണ്ടും അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഇവരൊക്കെ വേണം നാളെ കാണാൻ. അപ്പോൾ എന്നും നമുക്കിതുണ്ടാവില്ല എന്നുള്ള ബോധ്യം മറ്റ് പലരുടെയും മുഖങ്ങൾ ജോജു ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ രഞ്ജിത്തിന് 25 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് അയാളെ സംവിധാനം പഠിപ്പിച്ചതുപോലെ ഇനി മറ്റുള്ളവരും പഠിപ്പിച്ച് ശത്രുക്കളെ ഉണ്ടാക്കാൻ നിൽക്കേണ്ട ജോജു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തുല്യമായി 2 പക്ഷത്തും ഈക്വലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.